ബൈബിള് വായിച്ചു പോകാനായിട്ട് അത് തിയോളജിക്കലി ഒരു സ്റ്റോറി പോലെ പറഞ്ഞ് അനലൈസ് വെച്ചിരിക്കുന്നതാണ് ഈ പുസ്തകത്തിൻ്റെ ക്രമത്തിൽ. അതുകൊണ്ട് എല്ലാം ഒരേ ഭാഗമായിരിക്കില്ല, പക്ഷെ പൊതുവേ ഇത് പ്രൊസീഡ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഉൽപ്പത്തി 1-ാം അധ്യായം മുതൽ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം വരെയും, പിന്നീട് നമ്മൾ മുമ്പോട്ട് പോയാൽ എസ്രാ നെഹമിയ, ദിനവൃത്താന്തം, എസ്രാ നെഹമിയ, പിന്നെ അപ്പുറത്തേക്ക് മക്കബായക്കാരുടെ പുസ്തകങ്ങളിലേക്ക് വരുമ്പോൾ എല്ലാ ക്രമത്തിൽ അങ്ങ് പോവുകയാണ്. അതുകൊണ്ട് പഠിക്കുമ്പോൾ ആ ക്രമത്തിൽ പുസ്തകങ്ങളുടെ പേരനുസരിച്ച് അങ്ങോട്ട് പഠിച്ചു പോകുന്നതാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഈ സ്റ്റോറി മനസ്സിലാക്കാൻ എളുപ്പം. ഇത് അനേക നൂറ്റാണ്ട് 2000 വർഷത്തെ ചരിത്രമാണല്ലോ പറയുന്നത്. അപ്പോൾ അതിനിടയിൽ കൂടിയാണ് ഈ പുസ്തകങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം ഇത്രയും ആണ് പഞ്ചഗ്രന്ഥത്തിലുള്ളത്. ഇനി ഇതിനെ നമ്മൾ തോറ, ഇൻസ്ട്രക്ഷൻ എന്ന് പറയും, നിയമം എന്ന് പറയും. ലോ, പ്രോഫറ്റ്സ് ആൻഡ് റൈറ്റിംഗ്സ് ആണ് ഇതിന് പറയുക. ലോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ ദൈവജനമായിരിക്കാൻ വേണ്ടി പാലിക്കേണ്ടിയിരിക്കുന്ന അടിസ്ഥാനപരമായ നിയമങ്ങളെല്ലാം ഇതിനകത്ത് എഴുതിയിരിക്കുന്നതുകൊണ്ടാണ് ഇതിനെ ലോ എന്ന് വിളിക്കുന്നത്, നിയമം. ഇസ്രായേൽ ദൈവത്തിന്റെ ജനമായിരിക്കണമെങ്കിൽ ദൈവം അവരായിട്ടൊരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ഈ ഉടമ്പടി അനുസരിച്ച് ഇസ്രായേൽ പാലിക്കണം എന്ന് ദൈവം ആവശ്യപ്പെട്ടിരിക്കുന്ന നിയമങ്ങളെല്ലാം എഴുതി വച്ചിരിക്കുന്നത് ഈ തോറായിലാണ്, നിയമപുസ്തകത്തിലാണ്, പഞ്ചഗ്രന്ഥത്തിലാണ്. ഇനി അത് കിടക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമുക്ക് പുറപ്പാടിൻ്റെ പുസ്തകം 19-ാം അധ്യായത്തിൽ ഉടമ്പടിക്കായിട്ടുള്ള ദൈവം ഇസ്രായേൽ ജനത്തെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ജനമായിരിക്കാൻ തയ്യാറാണോ? ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും. കാരണം അങ്ങനെ ചോദിക്കാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, പല ദേവന്മാരുണ്ട് എന്ന് ആളുകൾ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഉടമ്പടി ചെയ്യുന്ന എപ്പോഴും അങ്ങനെയാണോ? നമ്മളൊരു എഗ്രിമെൻ്റ് ഒരു കൂട്ടരുമായിട്ട് ഉണ്ടാക്കുന്നത് എപ്പോഴാണ്? പല സാധ്യതകളുള്ളപ്പോൾ മാത്രമാണ്. ഒരു 15 കട നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ നമ്മളൊരു കടക്കാരനുമായിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയാണ്, നമ്മൾ ഇത്ര സാധനം മേടിക്കാം, അങ്ങനെ ചെയ്യാന്നുള്ളത്. അതാണ് ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആളുകൾ അന്ന് പല ദേവന്മാരുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ദൈവം അവരോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് ഫറവോയൊക്കെ തോൽപ്പിച്ച് അത്ഭുതകരമായിട്ട് കൊണ്ടുവന്ന് നിങ്ങൾ കണ്ടതാണല്ലോ. അങ്ങനെയാണെങ്കിൽ, കാരണം അവിടുന്ന് പുറപ്പെട്ട് 3-ാം മാസമായി സംഭവം നടക്കുന്നത് ഈജിപ്തിൽ നിന്ന്, നിങ്ങൾ എൻ്റെ ജനമായിരിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും എന്നേക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഉടമ്പടി ഉണ്ടാകുന്നത്. ഉടമ്പടിയുടെ ഭാഗമായിട്ട് ദൈവം കൊടുത്ത നിയമങ്ങളാണ് ഈ പഞ്ചഗ്രന്ഥത്തിൽ കിടക്കുന്നത്. ആ നിയമം അതുകൊണ്ട് നമ്മൾ നോക്കിയാൽ പുറപ്പാടിൻ്റെ 19-ാം അധ്യായത്തിൽ ഈ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. പുറപ്പാടിൻ്റെ 20-ാം അധ്യായം മുതൽ നിയമാവർത്തനത്തിൻ്റെ അവസാനത്തെ അധ്യായം വരെ, 34-ാം അധ്യായം വരെ ഈ നിയമം ഇങ്ങനെ കിടക്കുകയാണ്. പുറപ്പാട് 19 വരെ എന്താണുള്ളതെന്ന് ചോദിച്ചാൽ ഈ നിയമത്തിനുള്ള ഇൻട്രഡക്ഷനാണ്, അവതാരിക. അങ്ങനെയാണ് പഞ്ചഗ്രന്ഥം ക്രമപ്പെട്ടിരിക്കുന്നത്. നിയമപുസ്തകം എന്താണെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ ഇതാണ് നിയമം. ഇസ്രായേൽ ദൈവജനമായിരിക്കാൻ വേണ്ടി പാലിക്കുന്നതിന് ദൈവം അവർക്ക് കൊടുത്ത നിയമങ്ങളുടെ സംഹിതയാണ് പഞ്ചഗ്രന്ഥം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബൈബിളിലെ ഈ യഹൂദരെ കുറിച്ച്, ഇസ്രായേലിനെ കുറിച്ച്, ഇത് രണ്ടും 2 വാക്കാണ് കേട്ടോ. യഹൂദർ എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ആളുകളാണ്, ജൂത മതത്തിന്റെ പിൻഗാമികളാണ്, ജൂത ഗോത്രത്തിന്റെ. നേരത്തെ ഇസ്രായേൽ എന്ന് പറയുന്നത് 12 ഗോത്രങ്ങൾ ഉണ്ടായിരുന്നുണ്ട്. അപ്പോ അവരുടെ ദൈവജനമായിരിക്കുന്നതിന് വേണ്ടി ദൈവം കൊടുത്ത നിയമങ്ങളുടെ സംഹിതയാണ് നിയമപുസ്തകം. അതിനെയാണ് നമ്മൾ 5 പുസ്തകം ഉള്ളതുകൊണ്ട് പഞ്ചഗ്രന്ഥം എന്ന് വിളിക്കുന്നത്. പെന്ററ്റൂക്ക്, പെന്റ, ടെവുഹോസ് എന്ന 2 ഗ്രീക്ക് വാക്കുകളുടെ കോമ്പിനേഷൻ പെന്ററ്റൂക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് പഞ്ചഗ്രന്ഥം. നമ്മളൊരു ഐഡിയ പറയുകയാണെങ്കിൽ, ഈ പഞ്ചഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നത് അതിൽ ഒന്നാമത്തത് ഉൽപ്പത്തി പുസ്തകം എന്നറിയാമല്ലോ. ഉൽപ്പത്തി പുസ്തകം, 2-ാമത് പുറപ്പാട്, ഇത് തീരപ്പോൾ ഇതങ്ങ് പഠിച്ചേക്കണം. 3-ാമത് ലേവ്യർ, 4 സംഖ്യ, 5 നിയമാവർത്തനം. ഉൽപ്പത്തി പുസ്തകം എന്താണ് പറയുന്നത് ചോദിച്ചാൽ, ലോകത്തുള്ള എല്ലാ വസ്തുക്കളും എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്ന പുസ്തകമാണ് ഉൽപ്പത്തി. ലോകത്തുള്ള വസ്തുക്കളെല്ലാം എങ്ങനെ ഉണ്ടായി, അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ ഇവല്യൂഷൻ തിയറിയൊക്കെ വരുന്നതിന് മുമ്പ്, അതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ സയൻസ് ഒന്നും കാര്യമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല. നമുക്കറിയാലോ, കോപ്പർനിക്കസ് ഒക്കെ വന്നതിന് ശേഷമാണ് സൂര്യനാണ് കേന്ദ്രം എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. അതിനുശേഷം സൂര്യനൊക്കെ കൈവിട്ടു പോയി. പിന്നെ നമ്മൾ ഗാലക്സിയിലെത്തി, പിന്നെ ഗാലക്സിയുടെ കൂട്ടത്തിലെത്തി, ഇപ്പോൾ ഈ ബിഗ് ബാങ് തിയറി ഒക്കെ പറയുന്നത്. അത് കാലം അനുസരിച്ച് സയൻസ് മുമ്പോട്ട് പോകുന്നതാണ്. എന്നാൽ ഇതിനൊക്കെ മുമ്പുള്ളൊരു കാലഘട്ടം, നീണ്ട കാലഘട്ടത്തിൽ മനുഷ്യൻ ഇങ്ങനെ ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ എല്ലാറ്റിൻ്റെയും ഉൽപ്പത്തി എവിടെ, എങ്ങനെയുണ്ടായി, ഇത് ഈ 1800-കൾ വരെ, ഈ കഴിഞ്ഞ 1800-കൾ വരെ ആരും ചോദ്യം ചെയ്തിരുന്ന കാര്യമല്ല, ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു.
കാരണം അങ്ങനെ ഒരു സയൻസ് ഡെവലപ്പ് ചെയ്തിരുന്നില്ല. അന്നുള്ള ആളുകളുടെ കാഴ്ചപ്പാടനുസരിച്ച് ഏറ്റവും ബെസ്റ്റ് ഉത്തരങ്ങൾ കൊടുത്തതാണ്. ഇതിപ്പോൾ നമ്മൾ BC 2000 കാര്യമാണ് പറയുന്നത്. അന്നുള്ള ബെസ്റ്റ് ഉത്തരം അന്നുള്ള ആളുകളുടെ കോസ്മോളജി ചിന്താഗതി അനുസരിച്ച്, നമ്മുടെ സയൻസ് അനുസരിച്ച് ലോകത്തുള്ളതെല്ലാം എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞു വരികയാണ്. ഈ എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നതിനകത്ത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് പ്രപഞ്ചം എന്നുള്ള ആശയമാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നതനുസരിച്ചോടൊപ്പം ഇസ്രായേൽ എങ്ങനെ ഉണ്ടായി എന്നും ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് അബ്രഹാത്തിൻ്റെ സ്റ്റോറി വായിക്കുകയാണെങ്കിൽ ഉൽപ്പത്തിയുടെ 12 മുതൽ 11, 27 മുതൽ വായിക്കാം. 12 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളാണ് അബ്രഹാത്തിൻ്റെ സ്റ്റോറി കിടക്കുന്നത്. അതിൻ്റെ 17-ാം അധ്യായം നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ഉൽപ്പത്തി 17 എങ്ങനെയാണ് ഇസ്രായേൽ ഉണ്ടാകുന്നത് എന്നവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ഉടമ്പടി നടക്കുന്നത്. ഇനി അബ്രഹാത്തിൻ്റെ ജീവിതത്തെ ബ്ലെസ്സിങ് കൊടുത്തു വിടുന്നത് 22-ാം അധ്യായത്തിലെ അവസാനം ഇദ്ദേഹം പരീക്ഷയിൽ വിജയിച്ച് വരുമ്പോഴാണ് എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷെ അവിടെ ഇസ്രായേലിൻ്റെ ഒറിജിനാണ് കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ ആദ്യത്തെ അധ്യായം മുതൽ വായിച്ചാൽ മനുഷ്യൻ എങ്ങനെ ഉണ്ടായി, മനുഷ്യന് എന്തുകൊണ്ടാണ് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അവൻ മണ്ണായി പോകുന്നത്, എന്തുകൊണ്ടാണ് വസ്ത്രം എടുക്കാൻ തുടങ്ങിയത്, എന്തുകൊണ്ടാണ് പാമ്പ് എഴഞ്ഞ് നടക്കുന്നത്, ഇങ്ങനെ എന്തുകൊണ്ടാണ് ശത്രുത ഉണ്ടാകുന്നത്, ഇങ്ങനെ 100 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഉൽപ്പത്തിയുടെ 3-ാം അധ്യായം എടുത്ത് വായിക്കുകയാണെങ്കിൽ മനസ്സറിഞ്ഞിരുന്ന് വായിച്ചാൽ ഒരു 10-40 ഒറിജിൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിള്ളേർ അതിങ്ങനെ ചെക്ക് ചെയ്ത് ഇത് ഒറിജിൻ ഇങ്ങനെ പറഞ്ഞെന്ന് എന്നോട് വന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഓരോന്നും വായിക്കണം. അതിന് എറ്റിയോളജി എന്ന് ഇംഗ്ലീഷിൽ പറയും. നമ്മൾ ഓരോന്ന് വായിച്ചാൽ ഇതെങ്ങനെ ഉണ്ടായി എന്നുള്ള ഉത്തരം അവിടെ കിടക്കുന്നത് കാണാം. ഇത് അന്നത്തെ കാലത്ത്, അന്നത്തെ എന്ന് പറഞ്ഞാൽ ഒരു 1000-2000 വർഷക്കാലത്തേക്ക് അതായിരുന്നു ഉത്തരം. അങ്ങനെ മനസ്സിലാക്കിയിരുന്നുള്ളൂ. കാരണം ആളുകളുടെ അറിവ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്നത്തെ കാലത്തുള്ള ഉത്തരമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഉത്തരങ്ങൾ പറഞ്ഞിരിക്കുന്നതെല്ലാം പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നത് അന്നുള്ള ആളുകളുടെ അറിവനുസരിച്ചാണ്. അതങ്ങനെ പറ്റുകയുള്ളൂ. ഇപ്പൊ ചില നിരീശ്വരവാദികൾ ഈ ബൈബിൾ എടുത്തിട്ട് മുഴുവൻ തെറ്റാണ്, പറയുന്നതൊക്കെ മണ്ടത്തരമാണ്, ദൈവം അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കും. അത് വെറും മണ്ടന്മാരാണ്. കാര്യം എന്താണെന്നറിയാമോ? നിങ്ങൾ നല്ല ഹൈ ലെവൽ വിദ്യാഭ്യാസമൊക്കെ ചെയ്തിട്ട്, വലിയ വിദ്യാഭ്യാസമൊക്കെ എഴുതിയിട്ട്, ഡിഗ്രിയൊക്കെ എടുത്തിട്ട് ആ ഡിഗ്രിയുടെ സ്റ്റാൻഡേർഡിൽ പോയി നിങ്ങളുടെ വല്യപ്പനോട് സംസാരിച്ചാൽ വല്യപ്പന് വല്ലതും മനസ്സിലാവുമോ? അദ്ദേഹം വലിയ വിദ്യാഭ്യാസമുള്ളതാണെങ്കിൽ മനസ്സിലാവുമായിരിക്കും. ഓരോ കാലഘട്ടത്തിലുള്ള ആളുകളോട് അവരുടെ ഭാഷ സംസാരിക്കണം. അതല്ലാതെ നിങ്ങളോട് ഞാനിപ്പോൾ 100 വർഷത്തിന് ശേഷം വരുന്ന ഒരു ഭാഷ നിങ്ങളോട് സംസാരിച്ചാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകില്ല. ഉൽപ്പത്തി പുസ്തകത്തിലും ഇത്രേ ചെയ്തിട്ടുള്ളൂ. അന്നുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പ്രപഞ്ചം എല്ലാം സൃഷ്ടിച്ചതും ഈ ലോകത്തിലുള്ളതെല്ലാം ഉണ്ടായത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അത് ദൈവത്തിൽ നിന്നുണ്ടായതാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ലോകത്തുള്ള എല്ലാവരുടെയും ഉൽപ്പത്തി എവിടുന്ന് എന്ന് പറയുന്ന ഗ്രന്ഥമാണ് ഉൽപ്പത്തി ഗ്രന്ഥം. ആ ഉൽപ്പത്തിക്കകത്ത് പാപത്തിൻ്റെ ഉൽപ്പത്തിയുണ്ട്, അത് ദൈവ സൃഷ്ടിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കുടുംബത്തിൻ്റെ ഉൽപ്പത്തിയുണ്ട്, അത് ദൈവ സൃഷ്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പുരുഷനും സ്ത്രീയും ഒരു ശരീരമാണെന്നുള്ള അനുഭവം നല്ല കുടുംബങ്ങളിലൊക്കെ ഉണ്ട്, അത് ദൈവം സൃഷ്ടിച്ചതാണെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ യഥാർത്ഥമായിട്ടുള്ള ആരാധനാ ജീവിതമില്ലെങ്കിൽ സഹോദരൻ്റെ കൊലപാതകമായിട്ട് മനുഷ്യൻ മാറും എന്നുള്ളത് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ലോകം നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. സത്യദൈവത്തെ അല്ല ആരാധിക്കുന്നെങ്കിൽ നിങ്ങൾ കൊലപാതകമായിട്ട് മാറും. അപ്പം അതാണ് കായേന ആവേലിൻ്റെ സ്റ്റോറി പറഞ്ഞു വരുന്നത്. ഇങ്ങനെ ഓരോന്നിനും ഉൽപ്പത്തി പറഞ്ഞു വരുന്ന ഗ്രന്ഥമാണ് ഉൽപ്പത്തി ഗ്രന്ഥം. ഇനി ഇതിൻ്റെ സ്ട്രക്ചറിലേക്ക് പറഞ്ഞാൽ, നമ്മൾ ഈ 1 മണിക്കൂർ കൊണ്ട് ഇതെല്ലാം കൂടെ പറയേണ്ടതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു. സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തെ സാധാരണഗതിയിൽ ആളുകൾ 2 ഭാഗമായിട്ട് തിരിക്കും. ഒന്നാമത്തെ ഭാഗം ചരിത്രാതീത ചരിത്രം, പ്രൈമീവൽ ഹിസ്റ്ററി എന്ന് പറയും. അത് ഉൽപ്പത്തി 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളാണ്. ഉൽപ്പത്തി 1 മുതൽ 11 വരെ പ്രൈമീവൽ ഹിസ്റ്ററി. രണ്ടാമത്തത് പിതാക്കന്മാരുടെ ചരിത്രം എന്ന് പറയും. നമുക്കതിനെ വേണമെങ്കിൽ 3 തിരിക്കാം. അതായത് ഉൽപ്പത്തി 1 മുതൽ വരുന്ന ഒരു ചരിത്രാതീത ചരിത്രം, ചരിത്രം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ചരിത്രം. പിന്നെ പിതാക്കന്മാരുടെ ചരിത്രം, അതായത് പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രം, അതാണ് അബ്രാഹം, ഇസ്ഹാക്ക്, യാക്കോബ്. അതിനുശേഷം യാക്കോബിന് 12 മക്കളുണ്ടായി. 12 മക്കളുണ്ടായി കഴിഞ്ഞപ്പോൾ ഈ 12 മക്കളാണ് പിന്നെ 12 ഗോത്രങ്ങളായിട്ട് വളർന്നു വന്നിട്ട് ഇസ്രായേലായിട്ട് മാറുന്നത്. ഈ 12 മക്കളുടെ സ്റ്റോറിയാണ് ഉൽപ്പത്തി 37 മുതൽ 50 വരെയുള്ള അധ്യായങ്ങളിൽ പറയുന്നത്. അതിനകത്ത് ജോസഫിൻ്റെ സ്റ്റോറിയും ജൂദായുടെ സ്റ്റോറിയും ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ.
ജോസഫും ഉണ്ട്, യൂദായും ഉണ്ട്, അതോടൊപ്പം തന്നെ യാക്കോബിൻ്റെ സ്റ്റോറിയുണ്ട്. അപ്പോൾ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തെ വേണമെങ്കിൽ മൂന്നായിട്ടങ്ങ് തിരിക്കാം. ഒന്ന് ചരിത്രാതീത ചരിത്രം, രണ്ടാമത്തത് പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രം, അതായത് അബ്രാഹം, ഇസ്ഹാക്ക്, യാക്കോബ്. അതിനുശേഷം ഗോത്രപിതാക്കന്മാരുടെ ചരിത്രം, അതാണ് യാക്കോബിൻ്റെ 12 മക്കളുടെ ചരിത്രം, ഇസ്രായേലിൻ്റെ ആരംഭം എന്ന് പറയുന്നത്. ഇത് അങ്ങനെയാണ് ഇസ്രായേൽ ഉണ്ടായത് എന്നാണ് ഉൽപ്പത്തി പുസ്തകം അവിടെയും പറഞ്ഞിരിക്കുന്നത്. അതിൽ ഈ ജോസഫിൻ്റെ സ്റ്റോറി, അല്ലെ പിതാക്കന്മാരുടെ സ്റ്റോറിയിലൂടെ ഈ പലസ്തീനായിൽ വന്ന ഉണ്ടായിരുന്ന ഇസ്രായേൽ എങ്ങനെയാണ് ജോസഫിനെ അവർ വിറ്റ് കളഞ്ഞതിലൂടെ ഈജിപ്തിൽ എത്തുന്നത് വരെയുള്ള കഥ അവിടെ വിവരിക്കുന്നുണ്ട് എന്നുള്ള ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം ഇങ്ങനെ കിടക്കുകയാണ്. അതായത് അബ്രാഹത്തിൻ്റെ മകൻ ഇസ്ഹാക്കിൻ്റെ മകൻ യാക്കോബിന് 12 മക്കൾ, 12 മക്കളിൽ നിന്ന് ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾ ജന്മമെടുത്തു. ഇതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ആദ്യത്തെ 11 അധ്യായം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ പലർക്കും കുടുംബ യോഗവും ചരിത്രവും ഒക്കെ ഉള്ളവരായിരിക്കും. നമ്മൾ കുടുംബചരിത്രം എഴുതാനായിട്ട് നിങ്ങളിപ്പോൾ തിയോളജി പഠിക്കുന്നവരൊക്കെ എന്നുള്ള നിലയിൽ നിങ്ങളെ കുടുംബചരിത്രം എഴുതാൻ ഏൽപ്പിക്കുകയാണെങ്കിൽ, നിങ്ങൾ സാധാരണ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ചരിത്രം അന്വേഷിച്ച് പോയി അവസാനം ഒരു വല്യപ്പനി പോയി നിൽക്കും. അത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് ഒന്നും കിട്ടുന്നില്ല, നിങ്ങൾക്ക് ഇൻഫർമേഷൻ ഇല്ലെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങളുടെ കുടുംബം അവിടെ കൊണ്ട് നിങ്ങൾക്ക് തീർന്നു, അതായത് അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ എത്തുകയാണെങ്കിൽ, പക്ഷെ നിങ്ങൾ അയാളുടെ കഥ വിവരിക്കുന്നതിന് മുമ്പ് ഒരു ഇൻട്രഡക്ഷൻ എഴുതി ചേർക്കുമല്ലോ. അങ്ങനെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിന് അവതാരിക എഴുതിയതാണ് ഉൽപ്പത്തിയിൽ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ. ഈ അവതാരിക എഴുതിയതായതുകൊണ്ട് അതിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്, ഗ്രന്ഥകർത്താവ് ഉപയോഗിച്ചിരിക്കുന്നത് ദൈവശാസ്ത്ര വിവരണങ്ങളാണ്, ദൈവശാസ്ത്ര കഥകളാണെന്ന് പറയാം. ദൈവശാസ്ത്ര കഥകളാണെന്ന് പറയാൻ കാരണം അത് നേരെ ഹിസ്റ്റോറിക്കലായിട്ട് വായിക്കേണ്ടതല്ല. അങ്ങനെ ആരെങ്കിലും വായിച്ചാൽ അത് തെറ്റാണ്. കാരണം അത് അവസാനം തെറ്റായ വ്യാഖ്യാനങ്ങളിലേക്ക് പോകുള്ളത് കൊണ്ടാണ്. ഉദാഹരണം, ഒന്നാമത്തെ അധ്യായം ഉൽപ്പത്തി 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ, ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ ദൈവം 7 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 6 ദിവസം കൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും 7-ാം ദിവസം വിശ്രമിക്കുകയും ചെയ്തത് പറഞ്ഞിട്ടുണ്ട്. 2-ാം അധ്യായം 4-ാം വാക്യം വരെ ഉള്ളത്. അപ്പോൾ അങ്ങനെയാണോ ദൈവം സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ നേരെ നമ്മൾ അക്ഷരം വായിക്കുന്ന പോലെ അല്ല. എന്തിനാണ് അത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഒരു സിമ്പിളായിട്ടുള്ള ഉദാഹരണം പറയാം. നിങ്ങളിൽ ആരാണ് നല്ല ക്രിസ്ത്യാനി എന്ന് ചോദിച്ചാൽ നമുക്ക് സാധാരണ പുറത്ത് കണ്ടാൽ അറിയത്തില്ല. പുറത്ത് കണ്ടാൽ അറിയാവുന്ന ഏക കാര്യം, ഇവൻ ഞായറാഴ്ച പള്ളി പോകുന്നു മാത്രമേ ഉള്ളൂ. ഞായറാഴ്ച പള്ളിയിൽ പോകാത്തവൻ നല്ല ക്രിസ്ത്യാനി എന്നുള്ള ചാർട്ടിന് പുറത്താണ്. പിന്നെ റെഗുലറായിട്ട് അങ്ങനെ പള്ളിയിൽ പോകുന്നു, നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, അപ്പോൾ നല്ല ക്രിസ്ത്യാനി നമ്മൾ പറയും. ഒരു ക്രിസ്ത്യാനിയുടെ അടിസ്ഥാന ഐഡന്റിറ്റി എന്ന് പറയുന്നത് അവൻ ഞായറാഴ്ച പള്ളി പോകുന്നു എന്നുള്ളതാണ്. യഹൂദിനെ സംബന്ധിച്ച് യഹൂദൻ്റെ അടിസ്ഥാന ഐഡന്റിറ്റി എന്ന് പറയുന്നത് അത് ഇവൻ സാബത്ത് ആചരിക്കുന്നുണ്ടോ ഇല്ലെന്നോ. ഇന്നത്തെ യഹൂദരും സാബത്ത് ആചരിക്കുന്നവരാണ്. നിങ്ങൾ ഇസ്രായേൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. സാബത്ത് ദിവസം എല്ലാവരും ക്ലോസ് ചെയ്യും എന്ന് പറഞ്ഞാൽ ടോട്ടലിറ്റി അതവിടെ ടോട്ടലായിട്ടും ക്ലോസ്ഡ് ആണ് സംവിധാനങ്ങൾ. അതിലെ വണ്ടിയൊന്നും ഓടുന്നില്ല. അവർ ഈ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന ഓട്ടോമാറ്റിക് സാധനങ്ങളെല്ലാം ക്ലോസ് ചെയ്ത് കളി. ഇങ്ങനെയെല്ലാം സാബത്ത് വളരെ നന്നായിട്ട് അവർ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്. ലിഫ്റ്റുകളൊന്നും ഉപയോഗിക്കുകയില്ല. ഉപയോഗിക്കുന്ന ലിഫ്റ്റുകൾ സാധാരണ സ്വിച്ച് ഞെക്കാത്ത ലിഫ്റ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഓരോ നിലയിലേക്ക് നിർത്തി പോകുന്ന ലിഫ്റ്റുകളുണ്ട് യഹൂദന്മാർക്ക് വേണ്ടി തന്നെ. അപ്പോൾ സാബത്ത് യഹൂദൻ്റെ ഐഡന്റിറ്റി ആയതുകൊണ്ട്, മനുഷ്യൻ ദൈവഛായ ആയതുകൊണ്ട്, ദൈവം വിശ്രമിച്ചതുപോലെ മനുഷ്യൻ വിശ്രമിക്കേണ്ടവനാണ് എന്നുള്ള നിയമം പറയാനായിട്ടാണ് 7 ദിവസത്തെ കഥ 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് മാറ്റി വെച്ചിട്ട് നമ്മൾ ആ കഥയിൽ പറയുന്ന ഓരോ കാര്യം അന്വേഷിച്ചാൽ അതിന് അർത്ഥം ഉണ്ടാകുകയില്ല. ഇനി ഈ 1-ാം അധ്യായത്തിൽ ഒരൊറ്റ കമാൻഡേ ദൈവം കൊടുത്തിട്ടുള്ളൂ. അത് വളർന്ന് പെരുകി ഭൂമിയിൽ നിറയുക എന്നുള്ളതാണ്. ഒറ്റ കമാൻഡ്. അതെല്ലാ കാലത്തെയും കമാൻഡാണ്. വളർന്ന് പെരുകി ഭൂമിയിൽ നിറയുക. നമ്മളുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം 10-40 വർഷങ്ങൾക്ക് മുമ്പ് ഈ കമാൻഡ് നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞു. 1-ാമത്തെ അധ്യായത്തിലെ കമാൻഡായി പറയുന്നത് അത് ഉപേക്ഷിച്ച് കളഞ്ഞതോടുകൂടി ഇന്ന് നമ്മുടെ ഇപ്പോൾ കേരളത്തിലെ കുട്ടികളാണെങ്കിൽ വാസ്തവത്തിൽ നാടിൽ നിന്ന് ജീവിക്കാൻ വേണ്ടി ഓടുന്നത് നമുക്ക് കാണാം. നാട് നഷ്ടമായിപ്പോയി. അബ്രാഹത്തിന് 3 പ്രമാണങ്ങൾ കൊടുത്തെന്ന് പറയും. സന്തതി പരമ്പര, ദേശം, ദൈവസാന്നിധ്യം. അതിൽ സന്തതി പരമ്പര ഉപേക്ഷിച്ചാൽ ദേശവും ദൈവസാന്നിധ്യം നഷ്ടമാകും. ഇതൊക്കെ ബൈബിൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. 1-ാം അധ്യായത്തിൽ ഒരൊറ്റ കമാൻഡേ ഉള്ളൂ. അത് വളർന്നു പെരുകി ഭൂമി നിറയുക എന്നുള്ളതാണ്. അത് പാലിക്കാതെ നമുക്ക് ഒരിക്കലും ദൈവദിനം പാലിക്കാൻ പറ്റുകയില്ല. അത് നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ട് വ്യാഖ്യാനിച്ചതിൻ്റെ അർത്ഥം എല്ലാം കളഞ്ഞെടുക്കുകയാണ് പലരും ചെയ്യുന്നത്. ഇനി അതിനകത്ത് വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്.
ദൈവത്തിന്റെ പ്രതിച്ഛായയാണ് കുടുംബം എന്നും പറഞ്ഞിട്ടുണ്ട്. ദൈവം പറയുന്നത് ഉൽപ്പത്തി 1:26 നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യൻ സൃഷ്ടിക്കാം. അങ്ങനെ ദൈവം മനുഷ്യനെ തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു, പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. രണ്ടാം അധ്യായത്തിൽ എത്തുമ്പോൾ ദൈവം പുരുഷൻ സ്ത്രീയെ തിരിച്ചറിഞ്ഞത് ഇതെന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന് മാംസവും എന്നാണ്. അങ്ങനെ തിരിച്ചറിയുന്നതോടുകൂടി അവർ ഒരു ശരീരമായി തീരുമെന്ന് വചനം പറയുന്നു. ഇത് നല്ല കുടുംബങ്ങൾ നടക്കുന്ന ഒരു ഫെനോമെനാണ്. പുരുഷൻ സ്ത്രീ ഇല്ലാതെ, സ്ത്രീക്ക് പുരുഷനില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട് നല്ല കുടുംബങ്ങളിൽ. ഇത് ദൈവത്തിന്റെ പ്രത്യേകമായ അനുഗ്രഹം കിട്ടിയവരും ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്നവരുമാണ് എന്നുള്ള കാഴ്ചപ്പാടാണ് രണ്ടാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത്. അതാണ് ഒന്നാം അധ്യായത്തിൽ 26 തുടങ്ങുന്നത്. ഇങ്ങനെ ദൈവശാസ്ത്രപരമായ സ്റ്റോറി മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള പറഞ്ഞു വരുന്ന അധ്യായങ്ങളാണ് ഉൽപ്പത്തി 1 മുതൽ 11 അധ്യായങ്ങൾ. അതിനകത്ത് ഇസ്രായേലിന്റെ ചരിത്രമുണ്ട്. മൂന്നാം അധ്യായത്തിൽ പഴം തിന്നു എന്ന് പറഞ്ഞു. പഴം തിന്നത് എന്താണ്? ഓരൻ തോട്ടത്തിന് നടുക്കൊരു മരമുണ്ട്, 2 മരമുണ്ട്. ഒരെണ്ണം ജീവന്റെ വൃക്ഷമാണെങ്കിൽ ഒരെണ്ണം നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ അതൊരു മരമൊന്നുമല്ല, അതൊരു കഥയാണ്. എന്താണ് കഥ? ഏദൻ തോട്ടം എന്ന് പറയുന്നത് അതിന്റെ അതിര് നോക്കിയാൽ നിങ്ങൾക്കറിയാം, യൂഫ്രട്ടീസും ടൈഗ്രീസും ഗീഹോനും പീഷോനുമാണ്. ഇതൊക്കെ ഗ്രാൻഡിലുള്ള സാധനമാണ്. അതായത് ഇസ്രായേലിന്റെ അതിരുകളാണ് പറഞ്ഞിരിക്കുന്നത്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ്, ഗീഹോൻ, പീഷോൻ എന്ന് പറയുന്നത്. ഗീഹോൻ ജെറൂസലത്തിലുള്ള ഒരു ഉറവയാണ്, പീഷോൻ ഈജിപ്തിലുള്ള ഒരു സ്ഥലമാണ്. അപ്പോ ഇങ്ങനെയുള്ള ഈ ഏദൻ തോട്ടത്തിന് നടുക്ക് ദൈവം വെച്ചിരിക്കുന്ന മരം എന്ന് പറയുന്നത് 10 കമാൻഡ്മെന്റ്സ് ആണ്. അതേ തൊടരുതെന്ന് പറഞ്ഞു, തൊടരുത്, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത് എന്ന് തന്നെയാണ് ദൈവം പറഞ്ഞത്. അതേ തൊട്ടു നോക്കി, കൊന്നു നോക്കി, അത്രയേ ഉള്ളൂ കാര്യം. വ്യഭിചാരം ചെയ്തു നോക്കി. അപ്പോൾ അവര് ഏതിൽ നിന്ന് പുറത്തായി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ചരിത്രമാണത്. ദൈവപ്രമാണം ലംഘിച്ച ഇസ്രായേലിനെ ദൈവം പാലസ്തീനായിൽ നിന്ന് നാട് കടത്തിക്കളഞ്ഞു. അന്ന് ബാബിലോണിലേക്ക് നാട് കടത്തിയ ചരിത്രമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഉൽപ്പത്തി 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ ഇങ്ങനെ ഇസ്രായേൽ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം അവരെ കുറിച്ച് നൽകുന്ന ചിന്തിക്കുന്ന കാര്യങ്ങൾ, റിലേഷൻഷിപ്പും കാര്യങ്ങളും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഓർക്കണം. അതല്ലാതെ കഥയല്ലത്. അത് കഥയേക്കാൾ കൂടിയ സാധനമാണ് പറഞ്ഞിരിക്കുന്നത്. പലരും കഥയാന്ന് ഓർമ്മ ഞെട്ടിപ്പോകണം. ഞെട്ടണ്ട, അത് വെറും കഥയല്ല, കഥയേക്കാൾ കടുത്ത സാധനങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ 11 അധ്യായം കഴിയുമ്പോൾ നമ്മൾ അബ്രാഹത്തിന്റെ കഥയിലെത്തുന്നു. അബ്രാഹത്തിന്റെ സ്റ്റോറി പറഞ്ഞു. അത് കഴിഞ്ഞ് വിശദീകരിച്ച് വന്നിട്ട് അവസാനം അബ്രാഹം ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് വളർന്നു കഴിഞ്ഞപ്പോൾ ദൈവം അബ്രാഹത്തിന് മകനെ ബലിയർപ്പിക്കാൻ പറയുന്നു. അവസാനം മകനെ ബലിയർപ്പിക്കാൻ അബ്രാഹം തയ്യാറായി. അപ്പോൾ അബ്രാഹത്തിന് ദൈവം ഒരു വാഗ്ദാനം കൊടുത്തു, നിന്റെ സന്തതിയിലൂടെ ഭൂമുഖത്തുള്ള ജലമെല്ലാം അനുഗ്രഹീതമാവും. ഇപ്പം പാപത്തിൽ കിടക്കുകയാണ് മനുഷ്യ സമൂഹം, പക്ഷെ നിന്റെ സന്തതിയിലൂടെ ഭൂമുഖത്തുള്ള ജനമെല്ലാം അനുഗ്രഹീതമെന്നൊരു വാഗ്ദാനം കൊടുക്കുകയാണ്. 22:18 ഉൽപ്പത്തിയുടെ. അത് ഈശോയെക്കുറിച്ചാണ് എന്ന് നമ്മൾ ഗലാത്യക്കാർ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം വായിച്ച് മനസ്സിലാവും. അപ്പോൾ അവിടെ തന്നെ വാഗ്ദാനം തുടങ്ങുന്നു. ഇനി അതിനു മുമ്പ് നമ്മൾ ഉൽപ്പത്തിയുടെ 3-ാം അധ്യായത്തിൽ പാപം ചെയ്ത് കഴിയുമ്പോൾ 3:15 നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കുമെന്നും അവൻ നിന്റെ തല തകർക്കുമെന്നും എങ്കിൽ നീ അവന്റെ കാലിൽ പരിക്കേൽപ്പിക്കുമെന്നും ദൈവം ഇന്നുള്ള കാര്യങ്ങളും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് എന്നും ദൈവമക്കൾക്കെതിരെ ഒരു ശക്തി ലോകത്തുണ്ടായിരിക്കും. ഇന്നതുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, പരിക്കേൽപ്പിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, ആളുകൾക്ക് മനസ്സിലാകുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് എന്നും ഉണ്ടായിരിക്കും, ദൈവം പറഞ്ഞിട്ടുണ്ട് ഉൽപ്പത്തി 3:15. പിന്നെ 22:18 ദൈവം അബ്രാഹത്തോട് നിന്റെ സന്തതിയിലൂടെ ഭൂമുഖത്തുള്ള ജനമെല്ലാം അനുഗ്രഹീതമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു കടുത്ത വാഗ്ദാനമാണ്. കാര്യം എന്നാന്ന് പറഞ്ഞാൽ യഹൂദർക്ക് മനസ്സിലാകുന്നൊരു വാഗ്ദാനമല്ലത്. യഹൂദർ ട്രൈബലായിട്ടുള്ള ആളുകളാണ്, അവരുടെ ഗോത്രം മാത്രമേ രക്ഷപ്പെടുള്ളൂ ചിന്തിക്കുന്ന ആളുകളാണ്. അതിന് പുറത്തേക്ക് ദൈവം വളരെ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു വാഗ്ദാനം കൊടുക്കുന്നതാണ് നമുക്ക് അബ്രാഹത്തിന്റെ സ്റ്റോറി കാണുന്നത്. അതിനുശേഷം 26-ാം അധ്യായത്തിൽ 25-26 വരുമ്പോൾ ഇസ്ഹാക്കിന്റെ കഥ പറയും. ഇസ്ഹാക്കിന്റെ ശേഷം യാക്കോബിന്റെ കഥ പറയും. യാക്കോബിന്റെ നീണ്ട കഥയാണ്, ഇസ്ഹാക്കിന്റെയാണ് ഷോർട്ട് കഥ. യാക്കോബിന്റെ കഥയ്ക്ക് ശേഷം ഇവര് ഈജിപ്തിലെത്തുന്നു. ഈ ജോസഫിനെ വിൽക്കുന്നതോടുകൂടി ഈജിപ്തിലെത്തി ആ ജനം അവിടെ 430 വർഷം ജീവിച്ചിരുന്നു. അപ്പോൾ ഒരു വലിയ ജനതയായിട്ട് 72 വന്നതാണ്, ഒരു ജനതയായിട്ട് വളർന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ഇവിടെയൊക്കെയാണ്, ഞാൻ മലബാറുകാരനാണ്, തിരുവിതാംകൂർ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്നപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല, കുറേ പേര് മരിച്ചുപോയി. പക്ഷേ ഇവർ ഈ ദൈവപ്രമാണം പണ്ട് പാലിച്ചത് കൊണ്ട് വലിയൊരു ജനതയായിട്ട് ഇവിടെ വളർന്നു വന്നു.
അതാണ് ഇവിടുത്തെ ഈ വളർച്ചയുടെയൊക്കെ ഒരു അടിസ്ഥാനം. അത് എല്ലാ കാലത്തും ഒരുപോലെ തന്നെയാണ്. ഇന്ന് നമ്മൾ മക്കളെ ഉപേക്ഷിച്ച് കളഞ്ഞതാണ് ദൈവം നമ്മളെ ഉപേക്ഷിച്ച് കളഞ്ഞത്. അത് മക്കളെ തിരിച്ചു കൊണ്ടുവരാതെ ദൈവം തിരിച്ചു കൊണ്ടുവരുന്ന ആരും വിചാരിക്കുകയും വേണ്ട. അതുകൊണ്ട് തന്നെയാണ് എത്രയോ നൂറുകണക്കിന് ധ്യാന കേന്ദ്രങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നില്ല, എന്നിട്ട് വല്ല രക്ഷയുണ്ടോ? ഒന്നും നടക്കുന്നില്ല. മക്കൾ ജനിക്കണം, വേറെ എളുപ്പ വഴികളൊന്നുമില്ല. അത് ദൈവപ്രമാണമാണ്, പഞ്ചഗ്രന്ഥത്തിന് തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഇനി ഈജിപ്തിലത്തെ ജനം 430 വർഷം അവിടെ ജീവിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ പുതിയൊരു ഫറവോ അധികാരത്തിൽ വരികയും ഈ ഫറവോ ഇവരുടെ വളർച്ച കണ്ട് അസൂയപ്പെട്ടിട്ട് ഇവരെ അടിമകളാക്കുകയും ചെയ്തു. ഇതും നമ്മുടെ കേരളത്തിൽ സംഭവിച്ചതാണ്. ഒരു കാലത്ത് ബ്രിട്ടീഷുകാരൊക്കെ പോകുന്ന കാലത്ത് നമ്മളൊക്കെ ദരിദ്രരായിരുന്നു. പിന്നീട് നമ്മളെല്ലാം വളർന്നു കഴിഞ്ഞപ്പോൾ ബൂർഷ്വായുടെ വീടിൻ്റെ പടം വരയ്ക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിലെ പുസ്തകങ്ങളൊക്കെ അറിയാമായിരുന്നു, നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അങ്ങനെ അസൂയ, ഒരു ജനത വളർന്നു കാണുമ്പോൾ അസൂയ ഉണ്ടാകും, സ്വാഭാവികം. അങ്ങനെ ഈജിപ്തുകാർക്ക് അവരോട് അസൂയ തോന്നി. അങ്ങനെ അവരെ അടിമകളാക്കി കഴിഞ്ഞപ്പോൾ ഈ യാക്കോബിൻ്റെ മകനായ ലേവിയുടെ മക്കളായിരുന്ന മോശയും അഹ്റോനെയും വിട്ട് ദൈവം ഇവരെ മോചിപ്പിക്കുന്നു. മോശയും അഹ്റോനും സഹോദരങ്ങളാണെന്ന് ഓർത്തുകൊള്ളണം. ലേവിയുടെ യാക്കോബിൻ്റെ മകനായ ലേവിയുടെ മക്കളാണ്, നേരെ മക്കളല്ല, 430 വർഷം കഴിഞ്ഞിട്ടുള്ള മക്കൾ. അപ്പോൾ അവരെ വിട്ട് മോചിപ്പിച്ച് ദൈവം അവരെ 3 മാസം കൊണ്ട് സീനാ മലയുടെ ചുവട്ടിലെത്തിച്ചു. അങ്ങനെ ബാധകളൊക്കെ അയച്ച്, അത് നിങ്ങൾക്ക് വായിച്ചു പഠിക്കുക. ബാധകളൊക്കെ ദേവന്മാർക്കെതിരെയൊക്കെയുള്ള വലിയ യുദ്ധങ്ങളാണ് എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ബാധകളിൽ പ്രത്യക്ഷപ്പെടുന്ന ദേവന്മാർ, ഈജിപ്തിലെ ഓരോ ദേവന്മാരുടെ പ്രതീകമാണ് ഈ ബാധകളിൽ അപ്പിയർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്നപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവിടെ വന്നപ്പോൾ ദൈവം അവരോട് ചോദിച്ചു, ഇപ്പോൾ ഞാൻ വളരെ ശക്തമായിട്ടുള്ള 10 ബാധകൾ അയച്ചാണല്ലോ രക്ഷിക്കുന്നത്. അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഈ ഇസ്രായേൽ അവരെ അവിടെ അടിമത്തിൽ നിന്ന് മോചിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇവർക്ക് ഈ ദൈവത്തെ വലിയ പരിചയമില്ല. അങ്ങനെ കൊണ്ടുവരുന്ന വഴിക്ക് അതിനകത്തൊരു കാര്യം കൂടെ പറയാനുണ്ട്. അവിടെ ദൈവം ആരാണെന്ന് മോശയ്ക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. 3-ാം അധ്യായം 14-ഉം 15-ഉം വാക്യങ്ങളിൽ ദൈവമേ നീ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കർത്താവാണ്, അതായത് യാഹ്വയാണ് എന്ന് ദൈവം പറയുന്നുണ്ട്. മാത്രമല്ല ഇതായിരിക്കും എന്നേക്കും എൻ്റെ പേരെന്ന് പോലും പറഞ്ഞിട്ടുണ്ട് അവിടെ. ഇനി ഇത് ബൈബിളിൻ്റെ വെളിപാടിൽ ഒരിക്കലും മാറ്റം വന്നിട്ടില്ല. നിങ്ങൾക്കറിയാവുന്ന കാര്യം, നമ്മൾ മലയാളത്തിൽ കർത്താവ് എന്ന് പറയുന്നതാണ് യാഹ്വ എന്ന പേര്. യാഹ്വ എന്നുള്ള പേരിൻ്റെ മലയാളത്തിൽ ഉപയോഗിക്കുന്നതാണ് കർത്താവ്. തോമാസ് ലീഹ സുവിശേഷങ്ങളുടെ അവസാനം ഈശോയെ അഭിസംബോധന ചെയ്യുന്നത് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നാണ്. എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞാൽ എൻ്റെ യാഹ്വേ എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. ഉൽപ്പത്തിയുടെ പുറപ്പാടിൻ്റെ 3-ാം അധ്യായത്തിൽ 14-ഉം 15-ഉം വാക്യങ്ങൾ ദൈവം വെളിപ്പെടുത്തിയ പേര് തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 8:24 ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് ഈശോ പറയുന്നതും ഇതേ പേര് തന്നെയാണ്. ഞാൻ തന്നെ എന്ന് പറയുന്നത് യാഹ്വേ എന്നുള്ള പേരാണ്. അതുപോലെ തന്നെ എലിസബത്ത് മറിയത്തെ കാണുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ യാഹ്വേ എന്ന് തന്നെയാണ്. ഇങ്ങനെ ഇതാണ് എന്നേക്കും എൻ്റെ പേരെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് മറ്റൊരു ദേവനെയും സ്വീകരിക്കാൻ നമുക്ക് മാർഗ്ഗമില്ല. ഇപ്പോൾ ഖുറാനിനകത്ത് നുണ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവും കർത്താവും ഒരാളാണ്. വെറുതെ നുണയാണ്. അള്ളാഹു എന്ന് പറയുന്നത് ഖുറൈശികളുടെ ഗോത്രദേവനാണ്. അത് മുഹമ്മദ് ആരാധിച്ചിരുന്ന ആളാണ്. മുഹമ്മദിൻ്റെ അപ്പൻ ആരാധിച്ചിരുന്നതാണ്. അയാളുടെ അപ്പനാരാ, കാരണം അവരുടെ എല്ലാം പേരുകൾ അബ്ദുള്ള എന്നും അബ്ദുൽ മുത്തലിബ് എന്നൊക്കെയാണ്. അതെല്ലാം അള്ളാഹയുടെ ആരാധന എന്നുള്ള അർത്ഥത്തിലാണ്. അതേ കാലഘട്ടത്തിൽ കർത്താവിനെ ആരാധിക്കുന്നവർ മെക്കയിലും മദീനയിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വ്യത്യസ്ത ദേവനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ സഭയിൽ കണ്ടമാനം വന്നിട്ടുണ്ട് എന്നുള്ളത് ഓർത്തുകൊള്ളണം. എന്നേക്കും ദൈവത്തിൻ്റെ പേര് കർത്താവ് യാഹ്വേ എന്നാണെന്ന് പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 14-ഉം 15-ഉം വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ പേര് മാറുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഇനി ഇങ്ങനെ പറഞ്ഞിട്ട് വെളിപ്പെടുത്തിയിട്ട് ഈ ദൈവമാണ് ഇവരെ ഈ ഈജിപ്തിലെ ദേവന്മാരെയൊക്കെ തോൽപ്പിച്ച് കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവന്നിട്ട് സീനാ മലയിൽ എത്തിയിട്ട് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എൻ്റെ വചനങ്ങൾ പാലിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ എൻ്റെ ജനമായിരിക്കും, ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും. അപ്പോൾ ജന ഏകസ്വരത്തിൽ പറഞ്ഞു ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞു. അങ്ങനെ തയ്യാറാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉടനെ ഉടമ്പടി വയ്ക്കുന്നു. ഉടമ്പടിയുടെ നിയമങ്ങളായിട്ട് 10 പ്രമാണങ്ങൾ കൊടുക്കുന്നു 20-ാം അധ്യായത്തിൽ പുറപ്പാടിൻ്റെ. അതിനുശേഷം മറ്റ് പ്രമാണങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ആ പ്രമാണം 24-ാം അധ്യായത്തിൽ അവിടെ വെച്ച് സീൽ ചെയ്യുന്നു, ഉടമ്പടി ഉറപ്പിക്കുന്നു. മൃഗത്തെ കൊന്നിട്ട് അതിൻ്റെ രക്തം തളിച്ചിട്ട് ജനത്തിൻ്റെ മേളിൽ തളിച്ചു. അതാണ് പഴയ ഉടമ്പടിയുടെ രക്തം എന്ന് പറയുന്നത്. പഴയ ഉടമ്പടി രക്തത്താൽ ഉള്ളതാണെങ്കിൽ പുതിയ ഉടമ്പടി രക്തത്താൽ ഉള്ളതാണ്. പുതിയ ഉടമ്പടി ഈശോയുടെ രക്തത്താൽ ഉള്ളതാണെന്ന് മാത്രം. ഇനി അങ്ങനെ ഇത് കഴിഞ്ഞിട്ട്
പിന്നെ ഈ 10 പ്രമാണങ്ങൾ എഴുതിയ ഫലകം മേടിക്കാനായിട്ട് മോശ മുകളിലേക്ക് കയറി പോകുന്നു, മലയിലേക്ക് കയറി പോകുന്നു. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഒരു വിഗ്രഹാരാധന തുടങ്ങി. ആ കഥ നിങ്ങൾക്കറിയാം എന്ന്. എന്താ ഞാൻ പറഞ്ഞത്? 24-ാം അധ്യായത്തിൽ ഉടമ്പടി ഉറപ്പിച്ചു കഴിഞ്ഞിട്ട് മോശ ഈ 10 പ്രമാണം ദൈവം തന്നെ എഴുതി കൊടുക്കാമെന്ന് പറയുന്നത് മേടിക്കാൻ മലയിലേക്ക് കയറി പോകുമ്പോൾ ഇവരിവിടെ സമയം പോയതുകൊണ്ട് കാളക്കുട്ടി ഉണ്ടാക്കി ആരാധിക്കും. നിങ്ങൾക്കറിയാവുന്ന സംഭവമാണ്. അതിന് നേതൃത്വം കൊടുത്ത അന്നത്തെ പുരോഹിതന്മാരാണ്. ഇന്നിപ്പോൾ സഭയിൽ നടക്കുന്ന സമരത്തിൻ്റെ ആൾക്കാരും പുരോഹിതന്മാരാണല്ലോ എന്ന് പറഞ്ഞ പോലെ അന്നും അത് തന്നെയായിരുന്നു. അങ്ങനെ മോശ തിരിച്ചു വന്നപ്പോഴേക്കും ഇവിടെ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധന തുടങ്ങി. കാളക്കുട്ടി എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇതിന് ഉപയോഗിച്ച ഗോൾഡ് മുഴുവനും ഈ ഈജിപ്തിൽ നിന്ന് അവർ അടിച്ചെടുത്തുകൊണ്ട് പോകുന്നതായിരുന്നു. ദൈവം അവർക്ക് അവരുടെ അടിമപ്പിക്ക് കൂലി കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ആ സ്വർണ്ണമൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഈ വിഗ്രഹാരാധന നടത്തി. ഇന്ന് നടക്കുന്ന പോലെ തന്നെ കേട്ടോ, എനിക്കതിനകത്ത് പറയാൻ പേടിയൊന്നുമില്ല. ഇന്ന് പൗരോഹിത്യം എന്ന ദാനം ദൈവം കൊടുത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സമരമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളതിൽ എതിർപ്പുള്ളവരുണ്ടായിരിക്കും, അത് എൻ്റെ ഒരു വിഷയമല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഈ പുരോഹിതൻ ഇവിടെ വിഗ്രഹം ഉണ്ടാക്കി കൊടുത്ത് അവിടെ വലിയ ആരാധനയൊക്കെ നടക്കുന്നു. അങ്ങനെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മോശ ഇവർ ഓൾറെഡി വിഗ്രഹാരാധന നടത്തരുന്ന പ്രമാണത്തിലുണ്ടല്ലോ, അത് തല്ലിപ്പൊളിച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് മോശ ആ ഫലമൊക്കെ എറിഞ്ഞ് പൊളിച്ചു. അതിനുശേഷം ദൈവത്തോട് മാധ്യസ്ഥ ഉപേക്ഷിച്ചു 32-ാം അധ്യായത്തിൻ്റെ. അപ്പോൾ ദൈവം പറഞ്ഞു ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ പാപം ചെയ്തവനെയൊക്കെ ശിക്ഷിച്ചു. അതിനുശേഷം മോശ പിന്നെയും പോയി ഫലമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ സീനാമലയിൽ ഉടമ്പടിയും കാര്യങ്ങളൊക്കെയാണ് നിൽക്കുന്നത്. അതിനുശേഷം ഇവർ ഇത് സെറ്റ് ചെയ്ത് തീർന്നില്ല. 25-ാം അധ്യായം മുതൽ 40-ാം അധ്യായം വരെ, 24-ലാണ് ഉടമ്പടി. 25-ാം അധ്യായം 40-ാം അധ്യായം വരെ ഉള്ളത് ഈ ഉടമ്പടിയുടെ ഭാഗമായിട്ട് 2 കൂട്ടർക്കും ചെയ്യാനുണ്ട് കാര്യങ്ങൾ. ദൈവത്തിനും ചെയ്യാനുണ്ട് കാര്യങ്ങൾ, മനുഷ്യൻ ചെയ്യാനുണ്ട് കാര്യങ്ങൾ. മനുഷ്യൻ ചെയ്യേണ്ടത് ദൈവപ്രമാണം അനുസരിക്കുക എന്നുള്ളതാണെങ്കിൽ, ദൈവത്തിൻ്റെ ഭാഗത്ത് ദൈവം പറഞ്ഞു ഞാൻ നിങ്ങളുടെ കൂടെ ഒന്ന് വസിക്കാമെന്ന് പറഞ്ഞു, ഞങ്ങളുടെ കൂടെ ഒന്ന് താമസിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യണം? ദൈവത്തിന് താമസിക്കാൻ ഒരു വീടുണ്ടാക്കണം. ഇതാണ് സാക്ഷ്യപേടകം ഉണ്ടാക്കുന്നത്. 25 മുതൽ 40 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവത്തിന് വസിക്കാനുള്ള ആലയം എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള നിർദ്ദേശങ്ങളും അത് മോശ എക്സിക്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളുമാണ് 25 മുതൽ 40 വരെയുള്ള അധ്യായം പുറപ്പാടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉടമ്പടിയുടെ വാക്യപത്രമായിട്ടുള്ള കാര്യങ്ങൾ, ഇവർ നിയമം അനുസരിക്കണം, ദൈവം അവരുടെ കൂടെ വസിക്കും. അങ്ങനെ മോശയ്ക്കോട് ദൈവം പറഞ്ഞ് വളരെ ഡീറ്റെയിലാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 25 to 40 അധ്യായങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് സാക്ഷ്യകൂടാരം ഉണ്ടാക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ ആലയം, പള്ളി. അങ്ങനെ ഇതാണ് ആദ്യത്തെ പള്ളി എന്ന് പറയുന്നത്. അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ദൈവം അതിൽ വന്ന് വസിച്ചു എന്ന് 40-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ദൈവം ഇസ്രായേലിനടുത്ത് വസിച്ചു തുടങ്ങി. ഇസ്രായേൽ ദൈവജനമായിട്ട് മാറി. ഇനി അടുത്ത കാര്യം ഇതാണ്. നമ്മൾ സംഖ്യയുടെ പുസ്തകത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ സീനാമലയിൽ തന്നെ നിൽക്കുകയാണ്. സീനാമലയിൽ നിൽക്കുന്നു, ഉടമ്പടി കഴിഞ്ഞു, ഇവർ കൂടാരം ഉണ്ടാക്കി. അപ്പോൾ ജനം ഇവിടെ നിൽക്കുന്നു, ദൈവം കൂടാരത്തിൽ നിൽക്കുന്നു. ഇനി ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഒരു വലിയ ഗസ്റ്റ് വരിക എന്ന് വിചാരിക്കുക, ആരെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും നമ്മുടെ കർദിനാളോ അല്ലെങ്കിൽ ഒരു ബിഷപ്പോ ഒക്കെ വരിക എന്ന് വിചാരിക്കുക. ഇപ്പം നമ്മുടെ അല്ലെങ്കിൽ ഒരു മന്ത്രിയോ ആരെങ്കിലും ആട്ടെ. വലിയൊരാൾ വരികയാണെങ്കിൽ നമ്മൾ വീട്ടിൽ അതിലുള്ള ക്രമീകരണങ്ങൾ ചെയ്യും. സ്വാഭാവികമായിട്ടും നമ്മൾ ഗസ്റ്റ് റൂം ശരിയാക്കിയിടും. അതിനുശേഷം അവർക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കും. പിന്നെ നമ്മുടെ പെരുമാറ്റം ക്രമീകരിക്കും. നമ്മൾ ടി വി കാണുന്നുണ്ടെങ്കിൽ വേണ്ടെന്ന് വെക്കും, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ പോകണേ അത് വേണ്ടെന്ന് വെക്കും. ഇങ്ങനെ ഒരു ക്രമീകരണമുണ്ട്. ദൈവം കൂടെ വസിച്ചാൽ ഉടനെ അവർ ജീവിതത്തെ ക്രമീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ ദൈവം കൂടെ വസിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ലേവ്യരുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ ഒരു അഡീഷനാണിത്. ദൈവം കൂടെ വസിക്കുന്നു, നീ എന്തൊക്കെ ചെയ്യണം. നിങ്ങൾക്ക് 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ ലേവ്യർ വായിച്ചാൽ ദൈവത്തിന് അർപ്പിക്കേണ്ട ബലികളെക്കുറിച്ചാണ്. ഗസ്റ്റ് വന്ന് താമസിച്ചാൽ ഭക്ഷണം കൊടുക്കണമല്ലോ. പഴയ നിയമകാലത്ത് ബലികൾ എന്നുള്ളത് ഭക്ഷണം എന്നുള്ളൊരു ആശയത്തെ നിന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ നോഹയുടെ ബലി കേട്ടപ്പോൾ ദൈവം പ്രസാദിച്ചരളി എന്നൊക്കെ പറയുന്നത്. ദൈവത്തിൻ്റെ ഭക്ഷണമായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ വിവിധ സാഹചര്യങ്ങളിൽ മനുഷ്യൻ അർപ്പിക്കേണ്ട ബലികളെക്കുറിച്ചാണ് പറയുന്നത് ദൈവത്തിന്. കാരണം ദൈവം അവരുടെ കൂടെ വസിക്കുന്നു. അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് പാപം ചെയ്യുമ്പോൾ പരിഹാര ബലി അർപ്പിക്കണം. അറിയാതെ പാപം ചെയ്ത പോലെ അതിന് ചെയ്യണം. നിങ്ങളൊരു കാഴ്ച കൊടുക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വിളവുണ്ടായി, അപ്പോൾ നിങ്ങൾ ദൈവത്തിനൊരു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക തീരുമാനം എടുക്കണം. കൃത്യമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, അപ്പോൾ നിങ്ങൾ ഒരു ദഹനബലി അർപ്പിച്ച് ദൈവത്തോട് തീരുമാനം ചോദിക്കും. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഏരിയ മലയുടെ മുകളിൽ ഈ ദഹനബലി അർപ്പിക്കുന്ന എന്തിനാണ്? സത്യദൈവം ആരാണെന്ന് തെളിവാവണം.
അപ്പോൾ തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. രാജാവും ജനങ്ങളൊക്കെ ഒരു ഭാഗത്ത് ബാലിനെ ആരാധിക്കുന്നൊരു നിൽക്കുകയാണ്, ഏലിയ ഇങ്ങേ ഭാഗത്ത് നിൽക്കുകയാണ്. തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. കാരണം രണ്ടുപേരും പറയുന്നത്, ഏലിയ പറയുന്നത് ഇവർ ബാലിനെ ആരാധിച്ചുകൊണ്ടാണ് മഴ പെയ്യാത്തതെന്ന്. അവർ പറയുന്നത് ഇവൻ ബാലിനെ ആരാധിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദൈവനിഷേധം പറഞ്ഞത് കാരണം ബാല് കോപിച്ചതുകൊണ്ടാണ് മഴ പെയ്യാത്തതെന്ന് അവർ പറയുന്നത്. ഇങ്ങനെ ക്ലാഷ് വന്നപ്പോൾ തീരുമാനം എടുക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് ഒരു ദഹനബലി ഏലിയ അർപ്പിക്കുന്നത്. ദൈവം ഉടനെ ബലി സ്വീകരിച്ച് ഏലിയ പറയുന്നതാണ് സത്യവും തെളിയിച്ചു. ഇങ്ങനെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള അവസരങ്ങൾക്ക് അർപ്പിക്കുന്ന ബലിയാണ് ദഹനബലി. നിങ്ങൾക്കങ്ങനെ ദഹനബലി, ധാന്യബലി, നിങ്ങൾ വിളവെടുത്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു ഭാഗം ദൈവത്തിന് കൊണ്ട് കൊടുക്കണം. അത് വീട്ടിലെ ഒരാളല്ലേ ഇപ്പോൾ ദൈവത്തിന് കൊടുക്കണം. പാപം ചെയ്താൽ എന്ത് ചെയ്യണം? നമ്മൾ പോയി കുമ്പസാരിക്കാറുണ്ടെന്ന് പറഞ്ഞ പോലെ പാപം ചെയ്താൽ പോയി ഇവരൊരു ബലി അർപ്പിച്ച് പരിഹാരം അന്വേഷിക്കണം. ഇനിയിപ്പോൾ പാപഫലമായിട്ട് അറിയാതെ കുഷ്ഠമുണ്ടായി, അപ്പോൾ പാപത്തിൻ്റെ ഫലമാണത്, അപ്പോൾ അത് മാറാൻ ബലി അർപ്പിക്കണം. ഇങ്ങനെ ദഹനബലി, ധാന്യബലി, സമാധാന ബലി, പ്രായശ്ചിത്ത ബലി, പാവപരിഹാര ബലി എന്നിങ്ങനെ ബലികൾ 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ അതിൻ്റെ ക്രമവും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ബലി അർപ്പിക്കണമെങ്കിൽ ആരെങ്കിലും അർപ്പിച്ചാൽ പോരല്ലോ, അതിന് പുരോഹിതൻ വേണം. ആ പുരോഹിതൻ്റെ അഭിഷേകമാണ് 8, 9 അധ്യായങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഉടനെ 10-ാം അധ്യായത്തിൽ അഭിഷേകം കിട്ടിയ പുരോഹിതൻ തെറ്റ് ചെയ്തു. മനസ്സിലായല്ലോ? ഇന്നുള്ള പോലൊക്കെ തന്നെ അന്ന് തെറ്റ് ചെയ്തപ്പോൾ അവർക്ക് ദൈവം കടുത്ത ശിക്ഷ കൊടുത്തു. അത് അഹ്റോനും കൊടുത്തു, എല്ലാവരും കൊടുത്തു. അങ്ങനെ അഹ്റോന് കൊടുക്കുന്നത് പിന്നെയാണെന്ന് മാത്രം. അപ്പോൾ ഇവിടെ അഹ്റോൻ്റെ മക്കൾക്ക് ദൈവം ശിക്ഷ കൊടുത്തു. അങ്ങനെ പൗരോഹിത്യം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണെന്ന് അവിടെ തന്നെ, അതായത് ദൈവത്തിൻ്റെ കൂടെയുള്ള ദൈവത്തിൻ്റെ പൗരോഹിത്യം അങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ദൈവം അവിടെ തന്നെ പറഞ്ഞു. ഇനി 11 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ 11 മുതൽ 16 വരെയുള്ളത് ഈ പുരോഹിതന്മാർ എങ്ങനെ ജനത്തെ വിശുദ്ധീകരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പുരോഹിതന്മാർ ജനങ്ങളെ ഓരോ കാര്യത്തിന് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്ത് വിശുദ്ധീകരിച്ച് പോകണം. അതിന് ഓരോ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിരിക്കുകയാണ്. 16-ാം അധ്യായത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് യോം കിപ്പൂർ, അതായത് പാപപരിഹാര ദിനം. ദേവാലയത്തിൽ മനുഷ്യന് ഇങ്ങനെ ബലിയർപ്പിക്കാൻ വന്നുകൊണ്ടിരിക്കുമല്ലോ, പാപികളായ മനുഷ്യരാണ്. നിരന്തരമായിട്ട് ഇങ്ങനെ പാവം ഈ ദേവാലയത്തിൽ ചവിട്ടുന്നത് കാരണം ഈ ആലയം കുറച്ച് കഴിയുമ്പോൾ അശുദ്ധമാകും. അങ്ങനെ അശുദ്ധമാകുന്നത് കൊണ്ട് വർഷത്തിലൊരിക്കൽ ഇതിന് പൂർണ്ണമായിട്ടുള്ള വിശുദ്ധീകരണം, അതായത് ഇതിനെ ശുദ്ധി ചെയ്യണമെന്ന് നിയമം ഉണ്ടായിരുന്നു. അങ്ങനെ ശുദ്ധി ചെയ്യുന്നതാണ് ഈ പാപപരിഹാര ദിനം. അന്ന് 24 മണിക്കൂർ എല്ലാവരും ഉപവസിക്കും. ഇന്നും അങ്ങനെയാണ് കേട്ടോ. ഇന്നുള്ള ഇസ്രായേലുള്ള ഈ നിരീശ്വരന്മാർ പോലും 24 മണിക്കൂർ ഉപവസിക്കുന്ന ദിവസമാണ് യോം കിപ്പൂർ. ആ ഉപവാസിക്കുക മാത്രമല്ല, നമ്മളിനേക്കാൾ ഇച്ചിരി അഡ്വാൻസ് ആയിട്ട് അവർ ഓരോരുത്തരോടും പോയി ഈ യോം കിപ്പൂർ ദിവസത്തിൻ്റെ തലേ ദിവസം, കാരണം ഇത് ശരിക്കും നിരീശ്വരവാദികളുമായിട്ട് തന്നെ ഈ വിഷയം യഹൂദന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. അവരൊക്കെ പോയി മറ്റുള്ളവരോട് ഞാൻ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ ക്ഷമിക്കണമെന്ന് പറയുന്നത് ആ സമയത്ത്, അതാണ് കമ്മ്യൂണിറ്റിയുടെ പ്രധാനം. അപ്പോൾ അങ്ങനെ ചെയ്ത് ആഘോഷിക്കുന്ന ദിവസമാണ് ഈ യോം കിപ്പൂർ. അങ്ങനെ ഈ 73 യോം കിപ്പൂർ ദിവസമാണ് പണ്ട് ഈജിപ്ത് ഇവരെ ആക്രമിച്ചത്. ഈ അവരുടെ ആഘോഷ ദിവസങ്ങളൊക്കെ ഇങ്ങനെ ആക്രമിക്കാൻ ഇവർക്കൊരു രോഗമുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഈ 16-ാം അധ്യായത്തിൽ ദേവാലയം അതിനായിട്ട് ഒരു ആടിനെ കൊണ്ട് പുരോഹിതൻ സ്വയം തന്നെ തൻ്റെ പാവങ്ങൾക്ക് പരിഹാരമായി അർപ്പിക്കുന്നു. വേറെ ആടിനെ ജനത്തിൻ്റെ പാവപരിഹാരമായിട്ട് അർപ്പിക്കുന്നു. വേറെ ആടിൻ്റെ കുഞ്ഞിൻ്റെ തലയെ കൈവച്ചിട്ട് അതിനെ മരുഭൂമിയിലേക്ക് വിടുന്നു. അപ്പോൾ ജനത്തിൻ്റെ പാവം എല്ലാം ഈ ആടോടെ മരുഭൂമി കൊണ്ടുപോയി അത് ചാകുമ്പോൾ ഇവരുടെ പാവവും ഇല്ലാതാകുമെന്ന കൺസെപ്റ്റിലാണ് യോം കിപ്പൂർ. പിന്നീട് 17 മുതൽ 27 വരെയുള്ള അധ്യായങ്ങൾ നിങ്ങൾ ലേവ്യർ എടുക്കുകയാണെങ്കിൽ അത് നിങ്ങളെ വിളിച്ച ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണം എന്നുള്ള ഹോളിനെസ് കോഡ് എന്ന് പറയും, വിശുദ്ധിയുടെ നിയമസംഹിതയാണ്. അതിനകത്താണ് നിന്നെപ്പോലെ തന്നെ നിൻ്റെ ആൾക്കാരെ സ്നേഹിക്കണമെന്നൊക്കെ പറഞ്ഞു പോയിരിക്കുന്നത്. പിന്നെ അവരുടെ വർഷത്തിലുള്ള കലണ്ടർ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് അവിടെയാണ്. അതായത് ദൈവമാണ് ഇവരെ വിളിച്ചത്, ദൈവം പരിശുദ്ധനാണ്, അതുകൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കണം. പരിശുദ്ധി എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ് ലോകത്തിൽ നിന്ന്, അപ്പോൾ നിങ്ങളും വ്യത്യസ്തരായിരിക്കണം. ഇങ്ങനെയുള്ള ദൈവം കൂടെ വസിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം പറയുന്ന പുസ്തകമാണ് ലേവ്യരുടെ പുസ്തകം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് ഈ കൂദാശക്രമം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് മാമോദിസ, സ്ഥൈര്യലേപനം, കുർബാന, ഇങ്ങനെയുള്ള പുസ്തകങ്ങളുണ്ട്, എല്ലാം കൂടെ ക്രമം എന്ന് പറയും. അതുകൊണ്ട് തന്നെ യഹൂദർക്ക് ഈ ലേവ്യരുടെ പുസ്തകം വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണ്. നമ്മൾ വായിക്കുമ്പോൾ അത്രയും നമുക്ക് തോന്നാറില്ലെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെയുള്ളത് സംഖ്യയുടെ പുസ്തകമാണ്. സംഖ്യയുടെ പുസ്തകം എന്ത് എന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ സീനാമലയിൽ തന്നെ നിൽക്കുക കേട്ടോ, സീനാമലയിലാണ് നിൽക്കുന്നത്. സീനാമലയിൽ ഇപ്പോൾ 3 മാസം യാത്ര കഴിഞ്ഞിട്ടുള്ളൂ. ഇനി 40 വർഷത്തെ കഥ വരാനിരിക്കുന്നതേ ഉള്ളൂ. സീനാമല മുതൽ വാഗ്ദത്ത ദേശത്തിൻ്റെ അതിർത്തിയായ കിഴക്കേ അതിർത്തിയായ മോവാബ് സമതലം വരെയുള്ള
ഇസ്രായേലിൻ്റെ 40 വർഷത്തെ മരുഭൂമി യാത്ര വിവരിക്കുന്ന ഗ്രന്ഥമാണ് സംഖ്യ. അതായത് ഇസ്രായേലിൻ്റെ മരുഭൂമി യാത്ര വിവരിക്കുന്ന പുസ്തകം ഏതാണെന്ന് വെച്ചാൽ സംഖ്യ. പണ്ട് ഞാൻ ഇവിടെ വരുന്ന കാലത്ത് സംഖ്യയുടെ പുസ്തകം എന്താണെന്ന് ചോദിച്ചാൽ പലപ്പോഴും പല ആളുകളും സംഖ്യയാണ് അച്ഛാന്ന് പറയുന്നത്. സംഖ്യയൊന്നുമല്ല, സംഖ്യ ഉണ്ട് അതിനകത്ത്. 1-ാം അധ്യായത്തിൽ ഒരു ജനസംഖ്യ എടുക്കുന്നുണ്ട്, 26-ാം അധ്യായത്തിൽ ഒരു ജനസംഖ്യ എടുക്കുന്നുണ്ട്. അത് രണ്ടും 2 ജനസംഖ്യകളാണ്. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ സംഖ്യയുടെ പുസ്തകം നമ്മൾ സീനാമലയിൽ നിൽക്കുന്നു. ഇനി മുമ്പോട്ട് പ്രൊസീഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്നത് ഇങ്ങനെയാണ്. ദൈവം അവരുടെ കൂടെ ഉണ്ടല്ലോ, ദൈവം അവരുടെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ കുറച്ചു നേരം ഇങ്ങനെ ഇവരുടെ യാത്രാ വിവരണം പറയും. അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം മോശയോട് കർത്താവ് അരുളി ചെയ്തു എന്ന് പറയും. അതായത് ഇപ്പം ദൈവം കൂടാരത്തിൽ വസിക്കുന്നുണ്ട്, മോശ ഇടയ്ക്കിടയ്ക്ക് കൂടാരത്തിൽ സന്ദർശിക്കും. അപ്പം ദൈവം അവരോട് നിയമം പറയും. പിന്നെ കുറച്ച് വിവരണമാണ്, യാത്രാ വിവരണമാണ്. നിങ്ങൾക്ക് അതിൻ്റെ 33-ാം അധ്യായം എടുക്കുകയാണെങ്കിൽ യാത്രയിലെ താവളങ്ങൾ ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതിലേക്ക് നിർത്തിപ്പോയത് 40 വർഷം. അങ്ങനെ നിങ്ങൾക്ക് ഇവരുടെ യാത്രാ വിവരണം, നിയമം ഇങ്ങനെ കാണുന്ന പുസ്തകമാണ് സംഖ്യയുടെ പുസ്തകം. അപ്പോൾ നിങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് ഇസ്രായേൽ പാലിക്കേണ്ട നിയമങ്ങൾ പലതും സംഖ്യയിലാണ് കിടക്കുന്നത്. സംഖ്യ കാരണം അതിനകത്താണ് ഈ നിയമങ്ങൾ കുറേ അധികം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മറ്റു നിയമങ്ങളെല്ലാം നില. ഇപ്പം ലേവ്യരുടെ പുസ്തകത്തിൽ ബലികളും കാഴ്ചകളൊക്കെ നിയമങ്ങൾ കിടപ്പുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 10 പുറവും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഇങ്ങനെ അവർ യാത്ര ചെയ്ത് വാസ്തവത്തിൽ 12-ാം അധ്യായം എത്തിയപ്പോഴേക്കും ഇവർ ഈ ഈജിപ്തിൻ്റെ മാപ്പ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ എടുത്തു നോക്കട്ടെ, ഞാൻ ഒരു മാപ്പ് പ്രസൻറ്റ് ചെയ്യാം. ഇത് കാണാമോ? 1 മിനിറ്റ് ഞാൻ ജോഗ്രഫി എന്ന് പറഞ്ഞോട്ടെ, അല്ലെ എന്നെ അത് പിടികിട്ടിയല്ല. ഇവിടെ ഈ കാണുന്ന ഇതാണ് ഗലീലി തടാകം, ഈ ചെറുത്. അതിനിപ്പുറത്ത് ഇവിടെ കാണുന്ന വലിയ ബ്ലൂ ആണ്, നീലയാണ് മെഡിറ്ററേനിയൻ കടൽ. ഇത് ഗലീലി തടാകം. ഇത് എഴുതി വരുന്ന യോർദാൻ നദിയാണ് താഴേക്ക്. ഇത് ഡെഡ് സീ ആണ്, ചാവുകടൽ. ഇതിനിടയ്ക്കുള്ള, ഇത് ഫിലിസ്തീൻ ഒഴിവാക്കിക്കൊണ്ട് ഇതിനിടയ്ക്കുള്ള ഇത്രയും സ്ഥലമാണ് നമ്മൾ ഇസ്രായേൽ എന്ന് പറയുന്നത്. മെഡിറ്ററേനിയനും ഈ ജോർദാൻ നദിക്കും ഇടയ്ക്കുള്ള ചെറിയൊരു പീസ്, ഇതിനെയാണ് നമ്മൾ ഈ പലസ്തീന എന്ന് പറയുക. പലസ്തീന. ഇത് നമ്മുടെ ഈ താഴെ കാണുന്ന ത്രികോണം പോലെയുള്ളത് സീനായി പെനിൻസുലയാണ്. ഇവിടെയുള്ളത് ഈജിപ്ത്, നൈൽ നദിയാണ് ഈ കാണുന്നത്. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് ഇവിടെ മൗണ്ട് സൈനായി എന്ന് പറഞ്ഞ് ഈ താഴെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ സീനായുടെ താഴെ, അതിൻ്റെ താഴേക്ക് നമ്മൾ കാണുന്നത് ചെങ്കടലാണ്. ചെങ്കടൽ. ഇത് ചാവുകടൽ മുകളിലത്തത്, ഇത് ചെങ്കടൽ. ചാവുകടൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തെ പോയി ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന സ്ഥലം. ഇത് ഗലീലി തടാകം. അതിൻ്റെ മുകളിൽ ഹുലെ എന്ന ചെറിയൊരു തടാകമുണ്ട്. പിന്നെ ഇത് പിരിഞ്ഞങ്ങോട്ട് മാറുകയാണ്. ഇതിനിടയിൽ കൂടെ ഉള്ളതാണ് ജോർദാൻ നദി. ഇതിൻ്റെ വലതുഭാഗത്ത്, അതായത് ഈ വലതുഭാഗത്ത് കാണുന്നത് ജോർദാൻ രാജ്യമാണ്. ഇതിപ്പോൾ ഇസ്രായേലും. ഇനി ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് സീനാമലയിലെത്തി. സീനാമലയിൽ നിന്ന് നേരെ നടന്നാൽ ഈ വാഗ്ദത്തദേശത്തിന്റെ കിഴക്കേ അതിർത്തി, തെക്കേ അതിർത്തി വരും. ഇവിടെ ഇങ്ങനെ നേരെ തെക്കേ അതിർത്തി വന്നപ്പോൾ, അതായത് സംഖ്യയുടെ 12-ാം അധ്യായത്തിൽ അവിടെ വന്നപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങൾ പോയി ഇത് കീഴടക്കാൻ പറഞ്ഞു. കീഴടക്കാൻ പറഞ്ഞപ്പോൾ ഇവർക്ക്, അതായത് അവിടെ അത് വിശദീകരിച്ച് പറഞ്ഞ നിയമാവർത്തന പുസ്തകത്തിലാണ്. അവർ പറഞ്ഞു, നമ്മൾ അങ്ങനെ പെട്ടെന്ന് പോയി കിടക്കാനൊന്നും പറ്റുകയില്ല. നമ്മൾ അവിടെ പോയി ഒറ്റ നോക്കിയിട്ട് അത് കണ്ടുപിടിച്ചെടുത്തിട്ട് അവരുടെ ബലഹീനതയെ കണ്ടുപിടിച്ചെടുത്തിട്ട് മാത്രമേ അത് കീഴടക്കാൻ പറ്റുള്ളൂ എന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചത് വാസ്തവത്തിൽ ദൈവത്തിനെതിരെയുള്ള ഒരു റിബല്യൻ ആയിരുന്നു. കാര്യം എന്താണെന്നറിയാമോ? ഈജിപ്തിൽ നിന്ന് വലിയ ഫറവോയെ തോപ്പിച്ച് കൊണ്ടുവന്ന ദൈവത്തെ ഇവർ വിശ്വസിച്ചില്ല. അവർ തന്നെ കണക്ക് കൂട്ടി നോക്കി, ജയിക്കുമോ നോക്കിയിട്ടൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവർ 40 ദിവസം ഈ ദേശം ഒറ്റ നോക്കാൻ പോയി. അത് ഒളിഞ്ഞിരുന്നൊക്കെ നോക്കുക എങ്ങനെയൊക്കെയാണെന്ന്. ഇവരോട് ഒറ്റ നോക്കിയിട്ട് തിരിച്ചു വന്ന് ഇവരോട് പറഞ്ഞു, ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ ആൾ കേട്ടോ, ഈ സ്ഥലമൊക്കെ സൂപ്പറാണ്, പക്ഷേ അവിടെ വലിയ അനാക്യമകളാണ് താമസിക്കുന്നത്, അങ്ങോട്ട് പോയാൽ നമ്മളൊക്കെ ചത്തു പോവും, അതുകൊണ്ട് നമുക്ക് ഇത് കീഴടക്കാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞു. അതിനെതിരെ നിന്നത് യോശുവയും കാലബും മാത്രമാണ്. അപ്പോൾ ദൈവത്തിന് അരിശം വന്നു. പഞ്ചഗ്രന്ഥത്തിൽ 2 പ്രധാനപ്പെട്ട പാപങ്ങളാണുള്ളത്. 2 പ്രധാനപ്പെട്ട പാപങ്ങൾ. അത് പഴയ നിയമത്തിലുടനീളം എന്ന് ഞാൻ പറയുന്നില്ല, ഉൽപ്പത്തി മുതൽ നിങ്ങൾ വായിക്കുമ്പോൾ മക്കബക്കാരുടെ പുസ്തകം തീരുന്നത് വരെയുള്ള ഭാഗത്ത് കാര്യമാണ് പറയുന്നത്. 2 പാപങ്ങളാണ് പ്രധാനപ്പെട്ടത്.
ഒന്ന് വിഗ്രഹാരാധന. ദൈവത്തെ അല്ലാതെ മറ്റാരെയും ആരാധിക്കാൻ പാടില്ല. അത് ഇന്നും അന്നും എന്നും ശരിയാണ്. വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ ഒരു രൂപം ഉണ്ടാക്കി വയ്ക്കുന്നതല്ല. നമ്മൾ സെബസ്ത്യാനോസിൻ്റെ രൂപം വയ്ക്കുമ്പോൾ ഒരിക്കലും ആ രൂപത്തെ അല്ല ആരാധിക്കുന്നത്. സെബസ്ത്യാനോസിനെയാണ് ബഹുമാനിക്കുന്നത്. അതല്ലാതെ ഈ രൂപത്തെ അല്ല ആരാധിക്കുന്നത് എന്ന് ഓർക്കണം. ഈശോയുടെ രൂപം ഉണ്ടാക്കി വെച്ചാൽ ഈ രൂപത്തെ അല്ല, അങ്ങനെ ആരെങ്കിലും ചെയ്താൽ തെറ്റാണ്. നമ്മൾ ആരാധിക്കുന്നത് സത്യത്തിലുള്ള ദൈവപുത്രനായ ഈശോ മിശിഹായാണ്. ഒരു ഓർമ്മ മാത്രമേ രൂപമുള്ളൂ. അത് ഒന്നാമത്തെ ഭാവം. രണ്ടാമത്തെ ഭാവം വിശ്വസിക്കാതിരിക്കുക എന്നുള്ള ദൈവത്തെ. അത്യാവശ്യ ഘട്ടങ്ങളിൽ ദൈവത്തെ വിശ്വസിക്കാതിരുന്നാൽ ദൈവം പൊറുക്കുകയില്ല. അപ്പോൾ ഇവരോട് പറഞ്ഞു, നിങ്ങൾ 40 ദിവസം അവിടെ പോയി ഒറ്റുനോക്കി, എന്നിട്ട് ഇവിടെ വന്ന് നുണ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഈ പോയി നുണ പറഞ്ഞവരെല്ലാം മരിച്ചു തീരുന്നത് വരെ 40 ദിവസം മരുഭൂമിയിൽ ഇനി അലഞ്ഞു കിടന്നാൽ മതി എന്ന് പറഞ്ഞു. ഇവർ കരഞ്ഞു പറഞ്ഞത്, ഞങ്ങളും ഞങ്ങളുടെ മക്കളും കുഞ്ഞുമക്കളും ഭാര്യമാരും ഒക്കെ മരുഭൂമിയിൽ കിടന്ന് മരിക്കുകയില്ലേ, ശത്രുക്കൾ ഞങ്ങളെ കൊന്നുകളയുമ്പോൾ എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങളുടെ ഭാര്യമാരും മക്കളും അവിടെ പ്രവേശിക്കും, പക്ഷെ നിങ്ങൾ പ്രവേശിക്കില്ല. അതുകൊണ്ട് 40 വർഷം മരുഭൂമിയിൽ അലഞ്ഞു കിടക്കാൻ പറഞ്ഞു. പക്ഷെ ദൈവം കൂടെ അറിഞ്ഞു നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ തെക്കേ അതിർത്തിയിൽ നിന്ന് ഈ കടലിൻ്റെ നേരെ നടന്നു താഴേക്ക് ഈ മരുഭൂമി കൂടെ അവർ 40 വർഷം കറങ്ങി നടന്നു. അത് ദൈവം കൂടെ ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ കറങ്ങി നടന്ന് അവസാനം ഈ കിഴക്കേ അതിർത്തിയിലെത്തി. മൊവാബ് സമതലം, നിങ്ങൾക്ക് ഇവിടെ മൗണ്ട് നേബോ എന്ന് കാണാം, മോശ മരിച്ച സ്ഥലം. ഈ മൊവാബ് കിഴക്കേ അതിർത്തിയിലെത്തി. അപ്പോൾ സംഖ്യയുടെ പുസ്തകം വിവരിക്കുന്നത് സീനായ് മല മുതൽ വാഗ്ദത്തദേശത്തിൻ്റെ അതിർത്തിയിൽ സൗത്തിലെത്തിയിട്ട് പിന്നെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ കിഴക്കേ അതിർത്തിയിൽ എത്തുന്നത് വരെയുള്ള കാര്യങ്ങളാണ്. അതിനിടയിൽ നിങ്ങൾക്ക് യാത്രാ വിവരണമുണ്ട്, ദൈവം നിയമം കൊടുക്കുന്നത് കൊണ്ട്. അതിങ്ങനെ മാറി പറഞ്ഞു വരും. അങ്ങനെ സംഖ്യയുടെ പുസ്തകം തീരുമ്പോൾ നമ്മൾ ഈ മൊവാബ് സമതലത്തിലെത്തി, വാഗ്ദത്തത്തിൻ്റെ അതിർത്തിയിലെത്തി. അങ്ങോട്ട് കയറിയാൽ മതി. അങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ വഴിയിൽ വെച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധിക്കൊത്ത വിധത്തിൽ പ്രവർത്തിക്കാതിരുന്നത് കൊണ്ട് അതെന്താന്ന് ചോദിച്ചാൽ, ആദ്യം ഈ ജനം വെള്ളം ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു പാറക്കെട്ട് അടിക്കാൻ പറഞ്ഞു. അവർ പാറക്കെട്ടടിച്ചു, മോശ അഹ്റോനും. പക്ഷെ പിന്നെയും പറഞ്ഞപ്പോൾ ഈ അടിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പാറക്കെട്ട് അടിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. മനസ്സിലായോ? ലീഡർഷിപ്പിൽ ഉണ്ടാകുന്ന അഹങ്കാരം എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ടതുകൊണ്ട് മോശയോടും അഹ്റോനോടും വാഗ്ദത്തദേശത്ത് പ്രവേശിക്കേണ്ടതാണ് ദൈവം. അങ്ങനെ ഇവിടെ വെച്ച് മോശ മരിച്ചു. ഈ മൊവാബ് സമതലത്തിൽ വെച്ച് മോശ മരിക്കാൻ സമയമായെന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ സമതലത്തിൽ വെച്ച് ഇപ്പോൾ ഉണ്ടായ പ്രശ്നം എന്താണെന്നറിയാമോ? ഇവിടുന്ന് പുറപ്പെട്ടു, ഇവരിവിടെ വന്നു. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ആളുകളുടെ ജനം ഈ സംഖ്യയുടെ പുസ്തകത്തിൽ ആരംഭത്തിൽ എഴുതിയിട്ടുണ്ട്, 1-ാം അധ്യായത്തിൽ. അവർ പുറപ്പെട്ട് ഇവിടെ വന്നു. 40 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ബാൽപയോറിലെ, അതായത് സംഖ്യയുടെ 25-ാം അധ്യായത്തിൽ ബാൽപയോറിലെ ഒരു മഹാമാരിയിൽ വെച്ച് ഇവർ ജനവുമായിട്ടും ഇടകലർന്ന് വിഗ്രഹാരാധന നടത്തിയപ്പോൾ ഈ ആളുകളെല്ലാം മരിച്ചു തീർന്നിട്ട് പിന്നെയുള്ള ഒരു പുതിയ ജനറേഷനാണ്. പുതിയ ജനറേഷന് പഴയ നിയമങ്ങളൊന്നും പിടിയില്ലല്ലോ. അപ്പോൾ ഇവിടെ വെച്ച് മോശ തൻ്റെ മരണത്തിന് മുമ്പായിട്ട് ദൈവം സീനാമലയിൽ വെച്ച് മുതൽ നടന്ന 10 പ്രമാണം മുതൽ ഇതുവരെ ദൈവം പറഞ്ഞുകൊണ്ടിരുന്ന നിയമങ്ങളെല്ലാം കൂടെ ഒരിക്കൽ കൂടി ആവർത്തിച്ച് അവരോട് പ്രസംഗമായിട്ട് പറയുന്നതാണ് നിയമാവർത്തന പുസ്തകം. അതുകൊണ്ടാണ് അതിനെ നിയമ ആവർത്തനം എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ പഞ്ചഗ്രന്ഥം തീരുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് ഇവിടെ അബ്രാഹത്തെ വിളിച്ചു വന്നു, അതുകൊണ്ട് ഈ പലസ്തീനയിൽ വന്നു, ഇവിടുന്ന് ഈജിപ്തിൽ പോയി തിരിച്ചു വന്ന് ഇസ്രായേലിന് ദൈവം രൂപം കൊടുത്തിട്ട് അവർ വാഗ്ദത്തത്തിൻ്റെ കിഴക്കേ അതിർത്തിയായ മൊവാബ് സമതലത്തിൽ വന്നങ്ങ് നിൽക്കുകയാണ്. അവരങ്ങോട്ട് കയറിയിട്ടില്ല. കയറുന്ന സംഭവം നടക്കുന്നത് ഇനി ജോഷുവയുടെ പുസ്തകത്തിലാണ്, ജോഷുവയുടെ നേതൃത്വത്തിലാണ്. മോശ ഇവിടെ വെച്ച് മരിച്ചു. ഇനി പഞ്ചഗ്രന്ഥത്തിൽ ഇങ്ങനെ ഈ പോക്കിൽ ദൈവം ഇസ്രായേൽ ദൈവജനമായിരിക്കാൻ പാലിക്കേണ്ട എല്ലാ നിയമങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രവാചകന്മാരെക്കുറിച്ചോ പുരോഹിതന്മാരെക്കുറിച്ചോ ആളുകളുടെ വിശുദ്ധിയെക്കുറിച്ചോ നാസീർ വ്രതത്തെക്കുറിച്ചോ എന്ത് തന്നെ നോക്കിയാലും നിങ്ങൾക്ക് അടിസ്ഥാന നോഷൻസ് എല്ലാം പഞ്ചഗ്രന്ഥത്തിൽ കാണാവുന്നതാണ്. ഇനി ഷെയറിങ് നിർത്തട്ടെ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾക്ക് ബൈബിൾ മുമ്പിലുണ്ടെങ്കിൽ എടുത്തു വയ്ക്കുക. 2-3 പ്രോമിസസ് പറയാം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സംശയം ചോദിക്കാൻ അവസരം തരാം. 3-ാം അധ്യായം എടുത്ത് 3-ാം അധ്യായം 15-ാം വാക്യം. ഇത് ആദ്യ പാപം കഴിയുമ്പോൾ ഉണ്ടായ വാഗ്ദാനമാണ്. പിന്നെ അതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം മക്കൾക്ക് വിരുദ്ധമായൊരു ശക്തി എന്നും ലോകത്തിൽ പ്രവർത്തനനിരതമായിരിക്കും എന്ന് ഓർത്തുകൊള്ളണം. അത് ഇന്നുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്.
എല്ലാ വിധത്തിലുള്ള എന്താണ് അറ്റാക്കുകൾ നമുക്കുണ്ടെന്ന് ഓർത്തോണം. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇനി ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ 22-ാം അധ്യായം 18-ാം വാക്യം വായിക്കും. ഈ വാഗ്ദാനം പറയുമ്പോൾ ഓർത്തുകൊള്ളണേ. അതായത് ലോകത്തിലെ ജനങ്ങളെയെല്ലാം അനുഗ്രഹീതമായി കരുതുന്ന ഒരു പ്രിൻസിപ്പിൾ യഹൂദ മതത്തിനില്ല. ഇന്നുമില്ല, അന്നുമില്ല. ഇന്ന് അവരെ സംബന്ധിച്ചിടത്തോളം ദൈവജനമായിരിക്കാൻ അവർ ഉടമ്പടി പാലിക്കണം, അതേ അവർക്കുള്ളൂ. അത് അവർ പാലിക്കുന്നുണ്ട്. അവർക്ക് കൊല്ലാമെന്ന് വെച്ചാൽ അവർക്ക് കൊല്ലാം. കണ്ണിന് പകരം കണ്ണാണ് നിയമം. അതുകൊണ്ട് അവരെ നമ്മൾ കുറ്റം പറയാനുള്ളതല്ല, അവരവരുടെ നിയമം പാലിക്കുന്നു. ഈ വാഗ്ദാനം പക്ഷെ അവർക്ക് ഗ്രാഹ്യമല്ല. കാരണം ലോകത്തുള്ള ജനത അനുഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് വലിയൊരു പ്രോഫസിയാണ്, നമുക്ക് മനസ്സിലാകാൻ പറ്റാത്ത ഒരു പ്രോഫസിയാണ്. ആ പ്രോഫസി നിറവേറിയെന്ന് നിങ്ങൾക്ക് ഗലാത്യക്കാർ ലേഖനം, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നമുക്ക് മറ്റു കാര്യങ്ങൾ വിശദീകരിച്ച് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ ഭാഗം പറഞ്ഞു പോകുന്നത്. ഗലാത്യ 3:16 വായിച്ചേ. വാഗ്ദാനങ്ങൾ ലഭിച്ചത് അബ്രാഹത്തിനും അവന്റെ സന്തതിക്കുമായിട്ടാണ്. പലരെ ഉദ്ദേശിച്ച് സന്തതികൾക്ക് എന്ന് അതിൽ പറഞ്ഞിട്ടില്ല. പ്രത്യുത ഒരുവനെ ഉദ്ദേശിച്ച് നിന്റെ സന്തതിക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ്. അപ്പോ അബ്രാഹത്തോട് ഈ BC 2000 1800 കാലഘട്ടത്തിൽ ദൈവം പറഞ്ഞ വാഗ്ദാനം ക്രിസ്തുവിലാണ് പൂർത്തിയായതെന്ന് പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും. ക്രിസ്തുവിനെ ഈ സംവിധാനങ്ങൾ പുറത്തടിക്കാനായിട്ടുള്ളതാണ് ആഘോഷമായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. ദിസ് ഈസ് ദ സൺ ഓഫ് ദ സർപ്പൻറ്റ് എന്ന് പറയുന്ന സാധനം ഇതാണ്. സഭയ്ക്കെതിരെ എല്ലാ സ്ഥലത്തും ആക്രമണം. അതുകൊണ്ട് തന്നെയാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഈ ട്രംപ് ചെയ്യുന്ന കാര്യങ്ങളിൽ ചില പോസിറ്റീവായിട്ട് കാണാൻ പറ്റുന്നതിൻ്റെ കാരണം. അതിപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാകണമെന്നില്ല, പക്ഷെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി നോക്കിയാൽ മതി. അത് ഇപ്പോൾ നമ്മൾ ഇനി ഇത് വാഗ്ദാനങ്ങൾ കേട്ടോ, ഈ പഞ്ചഗ്രത്തിൽ പറഞ്ഞു പോകുന്ന വാഗ്ദാനങ്ങളാണ്. പുറപ്പാടിൻ്റെ പുസ്തകം എടുക്കുക, നേരത്തെ പറഞ്ഞത്, അത് കഴിഞ്ഞ് പറയാനുണ്ട് കാര്യങ്ങൾ. 3-ാം അധ്യായം 14-ഉം 15-ഉം വാക്യങ്ങൾ. ദൈവം മോശയോട് അരുളി ചെയ്തു, ഞാൻ തന്നെ ഇസ്രായേൽ മക്കളോട് നീ പറയുക, ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. അവിടുന്ന് വീണ്ടും അരുളി ചെയ്തു, ഇസ്രായേൽ മക്കളോട് നീ പറയുക, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ്, അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. ഇതാണ് എന്നേക്കും എന്റെ നാമധേയം. അങ്ങനെ സർവ്വപുരുഷാന്തരങ്ങളിലൂടെയും ഈ നാമധേയത്താൽ ഞാൻ അനുസ്മരിക്കപ്പെടണം. സർവ്വപുരുഷാന്തരങ്ങൾ എല്ലാ കാലത്തും ഈ നാമത്തിലാണ് ഞാൻ അറിയപ്പെടുകയുള്ളൂ. ദൈവം അന്ന് പറഞ്ഞത് ഇന്നും ശരിയാണ് കേട്ടോ. പുതിയ നിയമത്തിലെ വെളിപാട് വരുമ്പോൾ പലതും പഴയ നിയമത്തിൽ നമ്മൾ ഗോത്രപരമായ ചിന്ത നീക്കി വയ്ക്കുന്നുണ്ട്. ഉദാഹരണം സർക്കംസിഷൻ ഗോത്രപരമായിട്ട് അന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ഒഴിവാക്കി. അപ്പോൾ പക്ഷേ കർത്താവിൻ്റെ നാമം എപ്പോഴും സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്നേക്കും ഇത് നാമമായിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റൊരു പേരും സ്വീകരിക്കാൻ നമുക്ക് മാർഗ്ഗമില്ല, കോംപ്രമൈസും സാധ്യമല്ല. അങ്ങനെ കോംപ്രമൈസ് പറയുന്നവരൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി ലേവ്യരുടെ പുസ്തകത്തിൽ അങ്ങനെ പറയാനുള്ള സാധനങ്ങൾ അവ്യക്തമാണ്. സംഖ്യയുടെ പുസ്തകം എടുക്കുക. സംഖ്യയുടെ പുസ്തകത്തിൽ നിങ്ങൾ 24-ാം അധ്യായം 17-ാം വാക്യം. ഞാൻ അവനെ കാണുന്നു, എന്നാൽ ഇപ്പോഴല്ല. ഞാൻ അവനെ ദർശിക്കുന്നു, എന്നാൽ അടുത്തല്ല. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും. അത് മുവാബിന്റെ നെറ്റിത്തടം തകർക്കും, ഷേത്തിന്റെ പുത്രന്മാരെ സംഹരിക്കുകയും ചെയ്യും. ഓക്കെ, ഇത് ക്രിസ്തുമസിനൊക്കെ നിങ്ങൾ വായിച്ചു കേട്ട് പരിചയമുള്ളതാണ്. ഈ നമ്മുടെ ബാലാം പ്രവചിക്കുന്നതാണ്. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇപ്പോഴല്ല കേട്ടോ, പിന്നീട് വരാതിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അടുത്തൊന്നുമല്ല. ഇസ്രായേൽ ഒരു ചെങ്കോൽ വരും എന്ന് പറഞ്ഞു വരുന്നത് ഈശോയെക്കുറിച്ചുള്ള പ്രവചനമാണെന്ന് ഇത് പ്രവചിക്കുന്നത് ഒരു വിജാതീയ പ്രവാചകനാണ്, ഈ ബാലാമാണ്. അതുപോലെ അത് കണ്ടുവരുന്നതും വിജാതീയരാണ്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം വായിച്ചാൽ നിങ്ങൾക്ക് ജ്ഞാനികളുടെ സന്ദർശനം കാണാം. ജ്ഞാനികൾ ഈശോയുടെ അടുത്തേക്ക് വരുന്നത് നക്ഷത്രം കണ്ടുകൊണ്ടാണ്. അപ്പോൾ ആ നക്ഷത്രം ഉദിക്കുക എന്നുള്ളത് പ്രോഫസിയിലുള്ളതാണ്. ഇനി നിങ്ങൾ നിയമാവർത്തനത്തിലേക്ക് പോവുക. വളരെ പ്രധാനപ്പെട്ട പ്രവചനമാണ്.
അതിനകത്ത് പല ടെസ്റ്റുകളുണ്ട്, പക്ഷെ ഒരെണ്ണം എടുക്കാം. 18-ാം അധ്യായം 15 മുതൽ 18 വരെ. നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെ പോലെയുള്ള ഒരു പ്രവാചകനെ നിനക്ക് വേണ്ടി അയക്കും. അവന്റെ വാക്കാണ് നീ ശ്രവിക്കേണ്ടത്. ഹോറേബിൽ സമ്മേളിച്ച ദിവസം നിന്റെ ദൈവമായ കർത്താവിനോട് നീ ഇത് യാചിച്ചനുസരിച്ചതാണ്. ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് എന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം വീണ്ടും ഞാൻ കേൾക്കാതിരിക്കട്ടെ, ഈ മഹാഗ്നി ഒരിക്കലും കാണാതിരിക്കട്ടെ എന്ന് അന്ന് നീ പറഞ്ഞു. അന്ന് കർത്താവ് എന്നോട് അരുളി ചെയ്ത്, അവർ പറഞ്ഞതെല്ലാം നന്നായിരിക്കുന്നു. അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്നെപ്പോലുള്ള ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും. എന്റെ വാക്കുകൾ ഞാൻ അവന്റെ നാവിൽ നിക്ഷേപിക്കും. ഞാൻ കൽപ്പിക്കുന്നതെല്ലാം അവൻ അവരോട് പറയും. ഓക്കെ, അതിന് ബാക്കിയോട് വായിച്ചു. എന്റെ നാമത്തിൽ അവൻ പറയുന്ന എന്റെ വാക്കുകൾ ശ്രവിക്കാത്തവരോട് ഞാൻ തന്നെ പ്രതികാരം ചെയ്യും. എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ കൽപ്പിക്കാത്ത കാര്യം എന്റെ നാമത്തിൽ പറയുകയോ അന്യദേവന്മാരുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ വധിക്കപ്പെടണം. അവൾക്ക് അടുത്ത നിയമമാണ് കേട്ടോ. അന്യദേവന്മാരുടെ പേരിൽ വന്ന് സംസാരിച്ചാൽ സ്വീകരിക്കാൻ പാടില്ല എന്ന്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പേരിലൊന്നും വരാൻ പറ്റിയല്ല. ഇനി ഇവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയാമോ? മോശ പറയുകയാണേ, മോശയോട് ഞാൻ പറയാ, എന്നെപ്പോൾ ഒരു പ്രവാചകനെ ഞാൻ അവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരും. അവരുടെ സഹോദരന്മാർ അവരുടെ ഇവിടെ ഇരുന്നാണ് ഉയർത്തിക്കൊണ്ടുവരും. അവന്റെ വാക്കാണ് നീ കേൾക്കേണ്ടത് എന്ന് മോശ പറഞ്ഞിരിക്കുകയാണ്. വേറെ ആരുമല്ല. മോശ പറഞ്ഞത് പോരാ, മോശ എപ്പോലൊരു പ്രവാചകൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം എടുത്തേ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യം. നിയമത്തെ പ്രവാചകന്മാരെ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. ഞാൻ ഇവരുടെ പ്രവൃത്തി കണ്ടപ്പോൾ അസാധുവാക്കാനാണ് സംശയത്തിനോ, ഞാൻ പൂർത്തിയാക്കാൻ വന്നതാണ്. എന്നിട്ട് 20-ാം വാക്യം വായിച്ചേ. നിങ്ങളുടെ നിയമജ്ഞരുടെയും ഫരിസായരുടെയും നീതി അതിശയിക്കുന്നെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിയമജ്ഞരുടെയും ഫരിസായരുടെയും നീതി എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ കാപട്യത്തെ കുറിച്ചല്ല. അത് നീതി എന്ന് പറയുന്നത് പഴയ നിയമത്തെ കുറിച്ച് തന്നെയാണ്. അവരുടെ നീതി ഓൾഡ് ടെസ്റ്റ്മെന്റ് ആണ്. ഇനി തുടരുന്നു 21-ാം വാക്യം. കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ആരോട് പറഞ്ഞു? പൂർവികരോട് അത് ആരോട് പറഞ്ഞതാ? ക്രിസ്തു ശിഷ്യരോട് അല്ല. കൊല്ലരുതെന്ന് പറഞ്ഞ ആരോട് പറഞ്ഞ? ദൈവം മോശ വഴി ജനത്തോട് പറഞ്ഞ അല്ലേ? മോശ ജനത്തോട് പറഞ്ഞതാണ് അല്ലേ? അപ്പൊ മനസ്സിലായോ? ദൈവം പറഞ്ഞതാണ്. പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധി വിധേയനാവും. മോശ പറഞ്ഞ എന്താണ്? നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നൊരു പ്രവാചകനെ ഞാൻ ഉയർത്തും, അവന്റെ വാക്ക് കേൾക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ മോശ ഇവിടെ വന്നിട്ട് ഈശോ പറയാണ്, കൊല്ലരുത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാൻ നിങ്ങളോട് പറയുന്നു. ഇനി 27-ാം വാക്യം. വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. കടുത്ത നിയമമാണ്. വ്യഭിചാരം ചെയ്യുന്നുള്ളത് നമ്മുടെ 6-ാം പ്രമാണമാണ്. മോശ കൽപ്പിച്ചതാണ്. അത് ഈശോ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മുഹമ്മദ് തന്നെ പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? 4 കെട്ടാമെന്നും മുഹമ്മദ് തന്നെ എത്ര കെട്ടിയെന്നും നിങ്ങൾക്കറിയാം. അപ്പോ ഇതൊന്നും ക്രിസ്തുവിന്റെ നിയമത്തിൽ പോകുന്നതല്ല. അടുത്തത് 31-ാം വാക്യം. ഭാര്യയെ ഉപേക്ഷിക്കുന്നവന് അവൾക്ക് ഉപേക്ഷാപത്രം കൊടുക്കണമെന്ന് നിങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവളെ വ്യഭിചാരിണിയാക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവന് വ്യഭിചാരം ചെയ്യുന്നു. നിങ്ങളോട് ഭാര്യ ഉപേക്ഷിക്കുന്നവൻ മോചനപത്രം കൊടുക്കട്ടെ എന്ന് മോശ കൽപ്പിച്ചു. 24-ാം അധ്യായം നിയമവർദ്ധന. എന്താണെന്നറിയാമോ? കാര്യത്തിലുണ്ടായിരുന്നുള്ളൂ, നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ. ഒരുത്തന് ഭാര്യയെ എന്തോ ദേഷ്യം വന്ന് ഉപേക്ഷിച്ച് കളഞ്ഞു കഴിയുമ്പം കുറെ കഴിയുമ്പോൾ ഇവള് ഗതിയില്ലാതെ ആരെങ്കിലും ആയിട്ട് സൗഹൃദത്തിൽ വരും. അങ്ങനെയാണല്ലോ. പക്ഷെ വന്നു കഴിയുമ്പോൾ ഇവന് അസൂയ വരും. അസൂയ വന്നാൽ ഉടനെ ഇവളിൽ വ്യഭിചാരം ആരോപിച്ച് അവളെ കല്ലെറിയുന്നൊരു രോഗം ഉണ്ടായിരുന്നു. അപ്പം അതിന് തടയിടാൻ വേണ്ടി മോശ പറഞ്ഞു, ഭാര്യ ഉപേക്ഷിക്കുകയാണെങ്കിൽ നീ എഴുത്ത് കൊടുത്തു വിടണം. അപ്പോൾ അവൾക്കത് കാണിക്കാമല്ലോ, ഞാൻ വ്യഭിചാരമല്ല ചെയ്തതെന്ന്. അത് മോശ ചെയ്തൊരു പുണ്യപ്രവൃത്തിയാണ്. പക്ഷേ നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതൊന്നും നടക്കുകയില്ല.
ഈ എന്താണ് പരസംഗ നിമിത്തമല്ലാതെ ആ ഭാര്യ ഉപേക്ഷിക്കുന്ന നമ്മളെ വ്യഭിചാരിണിയാക്കുന്നു പറഞ്ഞാൽ എൻ്റെ കുറ്റം നിന്റെ തല വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈശോയുടേത്. ഇനി 33-ാം വാക്യം. അവിടെ അച്ഛാ, ആ അവിടെ ഈ പരസംഗം എന്ന് പറയുന്നത് അവിടെ കൃത്യം അതിന്റെ അർത്ഥം പറയാമോ? പരസംഗം എന്ന് പറഞ്ഞാലേ ഈ യഹൂദരുടെ കാലഘട്ടത്തിൽ വ്യഭിചാരവും പിന്നെ ഈ പിന്നെ എന്താണ് മറ്റെന്നെ പറയുന്നത് വേശ്യാവൃത്തിയും രണ്ടാണ് കേട്ടോ. ഓക്കെ. വേശ്യാവൃത്തി എന്ന് പറയുന്നത് ലീഗലായിട്ടൊരു പ്രൊഫഷനാണ് അവർക്ക്, വേശ്യ. ഇപ്പം നിങ്ങൾ ഇന്ന് ടെല്ലവീവിൽ പഴയ ബസ് സ്റ്റാൻഡിൽ പോവുകയാണെങ്കിൽ അതിന് ചുറ്റും വേശ്യാലയങ്ങളാണ് ലീഗലായിട്ടുള്ളത്. പിന്നെ അതൊരു ലീഗലായിട്ടൊരു കാര്യമാണ് നമ്മുടെ ഈ യൂറോപ്പിലെ ചില രാജ്യങ്ങളിലുള്ളതുപോലെ. വ്യഭിചാരം എന്ന് പറയുന്നത് അമേരിക്കൻ ലെസ്വാഗസ്. അതല്ലേ. ഈ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ഭാര്യയെ ഉള്ളവൻ വേറൊരാളെ അല്ലെങ്കിൽ വേറൊരുത്തൻ്റെ ഭാര്യയെ, അതിനാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ എന്താണ് വേശ്യയ്ക്കൊരു അപ്പകഷ്ണം മതി, അത് പ്രഭാഷകനാണെന്ന് എൻ്റെ ഓർമ്മ, അല്ലെങ്കിൽ സുഭാഷിതങ്ങൾ, വേശ്യയ്ക്കൊരു അപ്പകഷ്ണം മതി വ്യഭിചാരന് എൻ്റെ ജീവിതം കൊണ്ട് പോകുന്നു വരുന്നത് കൊണ്ടാണ് അതേ വാക്യത്തിൽ. അപ്പൊ അത് രണ്ടും അതാണ്. ഇവിടെ ഈ പരസംഗം എന്ന് പറയുമ്പോൾ ഈ ബാൻഡ് റിലേഷൻസിലുള്ള കേസ് മാത്രത്തിലാണ് ഉപേക്ഷാപത്രം കൊടുക്കുന്നുള്ളൂ, അങ്ങനെ പറയുന്നത്. നമ്മൾ വ്യഭിചാരം പോലെ ഉള്ള അർത്ഥത്തിലായിരിക്കും. അതിന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് എന്താണ് അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കാൻ റെഡി ആയിട്ട് വന്നതല്ല. ഇവിടെ കിട്ടിയല്ലോ. എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞത്, കാരണം നമ്മൾ കുറച്ചല്ലേ പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാനുള്ള കപ്പാസിറ്റിയിൽ. 33-ാം വാക്യം. വ്യാജമായി ആണയിടരുത്, കർത്താവിനോട് ചെയ്ത ശപഥം നിറവേറ്റണം. ഇതേത് പ്രമാണമാണ്? സരി, ഇതേത് പ്രമാണമാണ്? ഇത് അല്ലല്ല, ഇത് കള്ളസാക്ഷ്യം നൽകരുത്. ഇവിടെ കിട്ടിയോ? ദൈവത്തിന്റെ നാമത്തില് ആ ദൈവനാമം എന്നുള്ളത് ഉപയോഗിക്കാം നിങ്ങൾക്ക്. ആണയിടുന്നത് നമ്മള് സത്യം ചെയ്യുകയാണല്ലോ. 38. കണ്ണെ പല്ലിന് പകരം പല്ലെന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ ഓക്കെ, ഇത് പഴയ നിയമത്തിന്റെ ഡ്യൂട്ടറോണമി നിയമമാണത് കേട്ടോ. ഈക്വൽ ജസ്റ്റിസ്. നിങ്ങൾ 43 വായിച്ചാൽ അയൽക്കാരൻ സ്നേഹിക്കുക ലേവിയരുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്, ശത്രുവിനെ ദ്വേഷിക്കുന്നത് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോ മോശ പറഞ്ഞു, എന്നെപ്പോലൊരു പ്രവാചകനെ ദൈവം ഉയർത്തിക്കൊണ്ടുവരും, അവന്റെ വാക്ക് കേൾക്കണം. ആ മോശ പറഞ്ഞു കർത്താവനാമത്തിൽ അത് ഒരുത്തിനെ സ്വീകരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതിന് പറഞ്ഞ ആൾ ഇവർ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ടെസ്റ്റാണ്. അതുകൊണ്ട് അത് പറഞ്ഞത് കർത്താവനാമത്തിലാതെ വരുന്ന ഒരാളെ സ്വീകരിക്കേണ്ട കാര്യമില്ല, കാരണം എന്നേക്കും ദൈവത്തിന്റെ നാമം അത് തന്നെയാണ്, യാഹ്വേ. ഇനി ഈശോ വന്നത് ആ പേരിൽ തന്നെയാണ്, കർത്താവിന്റെ നാമത്തിൽ ഒരു അനുഗ്രഹീതം നമ്മൾ പറയുന്നത്. ആ ഈശോ ഈ നിയമങ്ങളെല്ലാം നവീകരിച്ചിട്ട് ഞാനാണ് പുതിയ പ്രവാചകൻ എന്ന് പറഞ്ഞതാണ് പൗലോസ് ലീഹ ഗലാത്യക ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് ക്രിസ്തുവിനെ കുറിച്ചാണെന്ന് പറയുന്നത്. ഇങ്ങനെ പഞ്ചഗ്രന്ഥത്തിൽ നമുക്ക് ഇസ്രായേലിന് മുഴുവൻ നിയമങ്ങളുണ്ടെന്ന് മാത്രമല്ല, പുതിയ നിയമത്തിലേക്കുള്ള പ്രവചനങ്ങളെല്ലാം കിടപ്പുണ്ട്. എല്ലാമെന്നല്ല, കുറേ അധികം പ്രവചനങ്ങൾ. അങ്ങനെ വളരെ അടിസ്ഥാനപരമായ പുസ്തകമാണ് പഞ്ചഗ്രന്ഥം. അതിങ്ങനെ ഓരോ ചാപ്റ്റർ നമ്മൾ സമയമെടുത്ത് പഠിച്ചു പോകേണ്ടതാണ്. അത് നിങ്ങൾ സാവധാനം പരിശ്രമിക്കുക. ഇനി ഞാൻ ചർച്ച നിൽക്കുന്നില്ല. നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം.